ഇന്ന് എന്നോടൊപ്പം ഉള്ളത് ഒരു വിശിഷ്ട അതിഥിയാണ് പ്രൊഫസർ ഡോക്ടർ മോഹൻ ഗോപാൽ. കേരളത്തിൽ അദ്ദേഹത്തിനെ ഇനിയിപ്പോൾ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലാത്ത രീതിയിൽ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് വളരെ സജീവമായി തന്നെ സാമൂഹിക സാംസ്കാരിക നിയമരംഗങ്ങളിൽ ഇടപെട്ട് വരുന്ന ആളാണ് പ്രൊഫസർ മോഹൻ ഗോപാൽ. നാഷണൽ ജുഡീഷ്യൽ അക്കാഡമിയുടെ ഡയറക്ടറായിരുന്നു അദ്ദേഹം. ബാംഗ്ലൂരിലെ നാഷണൽ ലോ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായിരുന്നു. ഒപ്പം തന്നെ അദ്ദേഹം ഇന്ത്യയിലെ അറിയപ്പെടുന്ന ഭരണഘടനാ വിദഗ്ധൻ കൂടിയാണ്. മാത്രമല്ല, കഴിഞ്ഞ ഏതാനും നാളുകളായി അദ്ദേഹം സുപ്രീം കോടതിയിലും ഹൈക്കോടതികളിലും സോഷ്യൽ ജസ്റ്റിസ്, സാമൂഹിക നീതി വിഷയമായി ഇടപെട്ട് വരുന്ന ഒരു അഭിഭാഷകൻ കൂടിയാണ്. അദ്ദേഹത്തെ നമ്മുടെ ഈ ചാനലിൽ അതിഥിയായി ലഭിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. സ്വാഗതം സാർ. വളരെ നന്ദി മിസ്റ്റർ സുദേശ്. സാറ് റിട്ടയർമെൻറ്റിന് ശേഷം ഒരു അഭിഭാഷകൻ്റെ കുപ്പായമിടാൻ തീരുമാനിച്ചതിൻ്റെ ഒരു രാഷ്ട്രീയ സാമൂഹിക പശ്ചാത്തലം എന്താണെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം ഞാൻ കരുതുന്നത്. കാരണം ഇന്ത്യയിലെ ജുഡീഷ്യറിയിലെ സവർണ മേധാവിത്വത്തെക്കുറിച്ച് വളരെയധികം സംസാരിക്കുന്ന അദ്ദേഹമാണ് താങ്കൾ. ആ അർത്ഥത്തിൽ ഇന്ത്യൻ ജുഡീഷ്യറിക്കകത്ത് ഹിന്ദുത്വത്തിൻ്റെ ഒരു അംശം അടങ്ങിയിട്ടുണ്ടെന്നും ഹിന്ദുത്വത്തിനെ അരക്കിട്ടുറപ്പിക്കുന്ന രീതിയിലുള്ള പല വിധികളും വന്നിട്ടുണ്ടെന്നും നല്ല രീതിയിലുള്ള വിമർശനവും സാർ ഉന്നയിച്ചിട്ടുണ്ട്. ആ അർത്ഥത്തിൽ സാമൂഹിക നീതി എന്ന വിഷയത്തിൽ ഇടപെടുന്ന വക്കീലന്മാർ അല്ലെങ്കിൽ അഭിഭാഷകർ ഇന്ത്യയിൽ വളരെയധികം കുറവാണ് എന്നും വേണമെങ്കിൽ ചൂണ്ടിക്കാണിക്കാം. ആ ഒരു വിടവ് നികത്തുന്ന ഒരു ലക്ഷ്യത്തിന് വേണ്ടിയാണോ ഒരു വക്കീലിൻ്റെ കുപ്പായമിടാൻ തീരുമാനിച്ചത്? തീർച്ചയായിട്ടും അതിൽ വലിയൊരു വിടവാണ്. ഞാൻ ഇപ്പോൾ മനസ്സിലാക്കുന്നത് നമ്മുടെ പല സാമൂഹിക നീതിയായി ബന്ധപ്പെട്ട കേസുകൾ നമ്മൾ പരാജയത്തിൽ പെട്ടുപോകുന്നത് കോടതിയെ മാത്രം കുറ്റപ്പെടുത്താൻ പറ്റില്ല. അഭിഭാഷകർക്ക് ഇടയിൽ അതിനോട് സാമൂഹിക നീതിയോട് പ്രതിബദ്ധതയുള്ള വക്കീലന്മാർ വാസ്തവത്തിൽ വളരെ സീനിയറായിട്ടുള്ള വക്കീലന്മാർ വളരെ കുറവാണ്. വക്കീലന്മാരുടെ ഇടയിൽ വലിയൊരു തോത് വക്കീലന്മാർ വാസ്തവത്തിൽ ദളിത് പിന്നോക്ക ന്യൂനപക്ഷങ്ങൾ ആവശ്യത്തിനില്ല, ദളിത്തും ആവശ്യത്തിനില്ല. പക്ഷേ പിന്നോക്ക വിഭാഗങ്ങളിൽ നിന്ന് വലിയൊരു സെക്ഷനുണ്ട്. പക്ഷെ അവരെ പൊങ്ങി വരാൻ അവർക്കൊരു അവസരം കിട്ടുന്നില്ല. അപ്പോൾ ഈ ടോപ്പ് ലെവലിൽ ജഡ്ജസായിട്ടും സീനിയർ ലോയേഴ്സായിട്ടും ഉള്ളതെല്ലാം ഈ ഒരു ഒളിഗാർക്കിയിൽപ്പെട്ട കമ്മ്യൂണിറ്റീസിൽ നിന്നും മാത്രമാണ് മിക്കവാറും. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോഴത്തേക്ക് ഈ വലിയ കേസസ് വരുമ്പോൾ സീനിയർ അഡ്വക്കേറ്റ്സിനെ എൻഗേജ് ചെയ്യണം. ആ സീനിയർ അഡ്വക്കേറ്റ്സ് ആണെങ്കിൽ ബഹുഭൂരിപക്ഷവും ഒന്നുകിൽ ഈ ഒളിഗാർക്കിയിൽ പെട്ടതാണ്, അല്ലെങ്കിൽ ഒളിഗാർക്കിയെ ചാലഞ്ച് ചെയ്യാൻ തയ്യാറല്ലാത്ത പിന്നോക്കരുമാണ്. അത് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അവിടെ നിലനിൽക്കാൻ പറ്റില്ല. അപ്പം എൻ്റെ കേസിൽ ഞാൻ ഒരു ലൈവ്ലിഹുഡായിട്ടല്ല കോടതിയിൽ അഭിഭാഷകനായി പോകുന്നത്. ഞാൻ അപ്പിയർ ചെയ്യുമ്പം ഫീസ് എടുക്കാറില്ല, കോസ്റ്റ് എടുക്കാറില്ല, പ്രോ ബോണോ ആയിട്ടാണ് അപ്പിയർ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ആരും എന്നെ വക്കീലായിട്ട് എന്നെ എൻഗേജ് ചെയ്യുന്നോ ഇല്ലയോ എന്നുള്ളത് എനിക്കൊരു പ്രശ്നമല്ല. അപ്പം ഞാൻ പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങൾക്ക് വേണ്ടി അപ്പിയർ ചെയ്യുന്നു. ഇത് പറഞ്ഞ പോലെ പ്രോ ബോണോ ആയിട്ട് അപ്പിയർ ചെയ്യുന്നു. അതേ സമയത്ത് ഞാൻ ഈ സിസ്റ്റത്തിൽ കുറേ വർഷം ഉണ്ടായിരുന്നുകൊണ്ട് എനിക്ക് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ അവസരം കിട്ടുന്നു. ഇതുവരെ എനിക്ക് വളരെ ഒരു സന്തോഷവും ഉള്ളൊരു കാര്യം, ഞാൻ പറയുന്നത് സീരിയസ് ആയിട്ട് ജഡ്ജസ് കേൾക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് കേൾക്കണം എന്ന് അവരൊരു ഇൻട്രസ്റ്റ് കാണിക്കുന്നു. അപ്പോൾ ഈ ഒരു അവസരം ഞാൻ ഉപയോഗിക്കുന്നു. പക്ഷേ എനിക്ക് ഈ യുവാക്കളുടെ ഇടയിൽ, യുവ അഭിഭാഷകരുടെ ഇടയിൽ ഒരു ദളിത് ന്യൂനപക്ഷ പിന്നോക്ക വിഭാഗങ്ങളിലുള്ള ഒരു കൂട്ടം ആളുകളെ പ്രോത്സാഹിപ്പിക്കണം, ബിൽഡപ്പ് ചെയ്യണം എന്ന് വളരെ ആഗ്രഹമുണ്ട്. അതിന് എനിക്ക് ഇതുവരെ വലിയൊരു സക്സസ് കിട്ടിയിട്ടില്ല. പക്ഷേ മിസ്റ്റർ സുദേശിൻ്റെ ഈ മാധ്യമത്തിലൂടെ ഞാൻ ആദ്യം പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ ലോയിൽ എക്സ്പെർട്ടീസ് ഡെവലപ്പ് ചെയ്ത് അതിനെക്കുറിച്ച് ഒരു ഡീപ്പർ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാകാൻ ഇൻട്രസ്റ്റുള്ള ദളിത് ന്യൂനപക്ഷ പിന്നോക്ക വിഭാഗങ്ങളിലുള്ള അഡ്വക്കേറ്റ്സ് തീർച്ചയായിട്ടും നമ്മളായിട്ട് ബന്ധപ്പെടണം. അവർക്ക് അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കാം. അതിന് ചിലപ്പോൾ കുറേ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. അവരിതിനു വേണ്ടി നിന്ന് കഴിഞ്ഞാൽ അവർക്ക് മറ്റ് പല അവസരങ്ങൾ നഷ്ടപ്പെടും. പക്ഷേ നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു ഈ വളരെ വിപ്ലവകരമായിട്ടുള്ള ഭരണഘടന
സംഭാവന ചെയ്യുന്ന മാറ്റമുണ്ടാകണമെങ്കിൽ കോടതിയിൽ ഇങ്ങനത്തെ വലിയൊരു നിര പിന്നോക്ക ന്യൂനപക്ഷ ദളിത് വിഭാഗങ്ങളിൽ നിന്ന് അഭിഭാഷകരുടെ വലിയ അത്യാവശ്യമുണ്ട്. അപ്പോൾ അതിനെ നമുക്ക് ബിൽഡപ്പ് ചെയ്യണം. അതുകൂടെ ചെയ്യാനാണ് ഞാൻ ഇത് അപ്പിയർ ചെയ്യുന്നത്. അപ്പം എന്നെ ഒരു മാതൃകയായി കണ്ടിട്ട് ബാക്കിയുള്ളവരൂടെ ഇത് വരണം എന്നുള്ളൊരു ഒരു പ്രത്യാശ കൂടെ എനിക്കുണ്ട്. സാറ് സമീപകാലത്ത് ഇടപെട്ട 2-3 കേസുകൾ വളരെ ചരിത്രപ്രധാനമായ കേസുകളാണ്. അതിലേറ്റവും ആദ്യം ഞാൻ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നൊരു വിഷയം EWS സംബന്ധിച്ച കേസാണ്. അത് ഇന്ത്യയിൽ സാമ്പത്തിക സംവരണം എന്നൊരു വാദം വളരെ നാളുകളായിട്ട് ഇന്ത്യയിലെ സവർണ വിഭാഗങ്ങളിൽ നിന്ന് ഉന്നയിക്കപ്പെടുന്നുണ്ട്. അത് നടപ്പാക്കാനുള്ള എല്ലാ ശ്രമങ്ങളും പരാജയപ്പെടുകയാണ്. നരസിംഹറാവു ഗവൺമെൻറ്റാണ് ആദ്യമായിട്ടത് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നടപ്പാക്കാൻ ശ്രമിച്ചു, പരാജയപ്പെട്ടു. പക്ഷേ പിന്നീട് മോദി ഗവൺമെൻറ് അത് EWS എന്ന പേരിൽ ഒരു മുന്നാക്ക വിഭാഗക്കാർക്ക് മാത്രമായി ഒരു സംവരണം ഏർപ്പെടുത്തുകയാണ് ഉണ്ടായത് 103-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ. അതിനെ ഫലപ്രദമായി ചോദ്യം ചെയ്തുകൊണ്ട് സുപ്രീം കോടതിയിൽ വാദിച്ച വക്കീലാണ് താങ്കൾ. എന്തായിരുന്നു അതിൻ്റെ താങ്കൾ ഉന്നയിച്ച വാദങ്ങൾ എന്തെല്ലാമായിരുന്നു? ആ വാദങ്ങൾ, ആ വിധിയെ ഏത് രീതിയിലാണ് സ്വാധീനിച്ചത് തുടങ്ങിയുള്ള കാര്യങ്ങളൊന്ന് ചുരുക്കി പറയാം. തീർച്ചയായിട്ടും. ആദ്യം നമ്മൾ കണ്ട എന്താണ് പ്രശ്നം? ആദ്യം നമ്മളൊക്കെ ഇത് കണ്ടപ്പോൾ പലരും വിചാരിച്ചു കുറച്ച് പാവപ്പെട്ട സവർണർക്ക് ഇത് കൊടുത്താൽ ഈ സംവരണത്തിൻ്റെ എതിരെയുള്ള ഒരു ഓപ്പോസിഷൻ കുറയും, ഇവർക്ക് നമ്മളെ ഒപ്പോസ് ചെയ്യാൻ ഒക്കില്ല എന്നൊക്കെ ഒരു പ്രത്യാശ. പിന്നെ ഈ ജാതി മത ഭേദമില്ലാതെയാണ് OBC എന്നുള്ള കാറ്റഗറി. അതിൽ എല്ലാ മതങ്ങളിലെ ആൾക്കാരുണ്ട്, എല്ലാ വർണ്ണങ്ങളിലെ ആൾക്കാരുണ്ട്. അപ്പോൾ OBC എന്ന് പറഞ്ഞാൽ അതർ ബാക്ക്വേർഡ് ക്ലാസസ്, കാസ്റ്റ് എന്നല്ല. പല ആളുകളും അതർ ബാക്ക്വേർഡ് കാസ്റ്റ്, അതർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി എന്നൊക്കെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ഫൈനാൻഷ്യൽ ആൻഡ് ഇക്കണോമിക് എന്നുള്ള 2 വാക്കുകളെ ഡിസ്റ്റിങ്വിഷ് ചെയ്താൽ, സാമ്പത്തികം അർത്ഥശാസ്ത്രപരം ഡിസ്റ്റിങ്വിഷ് ചെയ്താൽ ശരിക്കുള്ള ഇക്കണോമിക് റിസർവേഷൻസ് OBC ആണ്. എന്ന് വെച്ചാൽ സോഷ്യൽ, പൊളിറ്റിക്കൽ, ഇക്കണോമിക് ആൻഡ് റെപ്രസെൻറ്റേഷൻ 4 കാറ്റഗറിയിൽ ഒരു 10-20 ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. ആ ഇൻഡിക്കേറ്റേഴ്സ് സാറ്റിസ്ഫൈ ചെയ്ത ഏത് കമ്മ്യൂണിറ്റിക്കും ജാതി മതഭേദമില്ലാതെ, മുന്നാക്കമെന്നോ പിന്നാക്കമെന്നോ വ്യത്യാസമില്ലാതെ സോഷ്യൽ, പൊളിറ്റിക്കൽ ആൻഡ് ഇക്കണോമിക് ആൻഡ് റെപ്രസെൻറ്റേഷനിൽ മികവുള്ള ഏത് സമുദായത്തിനെയും അതിൽ വരാം. അങ്ങനെ വന്നിട്ടുമുണ്ട്. അതിൽ കുറച്ച് ബ്രാഹ്മൺ കമ്മ്യൂണിറ്റീസ് ഉണ്ട്, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര എല്ലാ കമ്മ്യൂണിറ്റീസും ഉണ്ട്. അല്ലാത്ത ഈ നമ്മുടെ പഞ്ചമ കാറ്റഗറീസ് ഔട്ട്കാസ്റ്റ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റി, കാസ്റ്റ് ഇല്ലാത്ത മണിപ്പൂരി ബ്രാഹ്മിൻസ് ഉണ്ട്, മോദി വൈശ്യ ബനിയ കമ്മ്യൂണിറ്റീസ് ഉണ്ട്. അപ്പം പിന്നെ ചെട്ടിയാർ അങ്ങനത്തെ കമ്മ്യൂണിറ്റീസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ശരിക്ക് ഈ വെറും ഇക്കണോമിക് അല്ല, അർത്ഥശാസ്ത്രപരമായി പിന്നോക്കമായി നിൽക്കുന്ന, സാമ്പത്തികമായി മാത്രമല്ല. അർത്ഥശാസ്ത്രം എന്ന് പറയുമ്പോൾ നമ്മൾ സോഷ്യൽ, പൊളിറ്റിക്കൽ ഇതെല്ലാം നോക്കിയിട്ടാണ് പറയുന്നത്. അതിൻ്റെ ഒരു കാറ്റഗറിയാണ് OBC. അപ്പോൾ അതിൽ ഇവരെല്ലാം പെടുമ്പോൾ പുതിയൊരു കാറ്റഗറി ഉണ്ടാക്കേണ്ട ആവശ്യം എന്താണ്? അതിൽ പെടാതെ പെട്ടുപോയ ആർക്കും OBC കമ്മീഷൻ, നാഷണൽ അല്ലെങ്കിൽ സ്റ്റേറ്റ് OBC കമ്മീഷനെ അപ്രോച്ച് ചെയ്യാം. അവർക്ക് അതിനൊരു പ്രക്രിയ ഉണ്ട്. അതനുസരിച്ച് കൺസിഡർ ചെയ്തിട്ട് അവരെ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ എന്തിനാണ് ഇത് ഉണ്ടാക്കിയത് ഈ EWS എന്ന് പറഞ്ഞ്? ഇപ്പോൾ EWS എന്ന് വെച്ചാൽ അതാണ് കാസ്റ്റ് ബേസ്ഡ് റിസർവേഷൻ. EWS എന്ന് വെച്ചാൽ EWSന് ഈ സവർണ ഓളിഗാർക്കിയിലുള്ള കാസ്റ്റിൻ്റെ ലിസ്റ്റുണ്ട്. അതിൽ ജനിച്ചവർക്ക് മാത്രമാണ് EWS. അപ്പോൾ യഥാർത്ഥത്തിൽ ഇവർ കോടതിയിലും ബാധിക്കുന്നത്, പുറത്തും ബാധിക്കുന്നത് OBC കാസ്റ്റ് ബേസ്ഡ് റിസർവേഷൻ. ഇത് ഇക്കണോമിക് റിസർവേഷൻ. നേരെ തിരിച്ചാണ് അതിൻ്റെ യാഥാർത്ഥ്യം. അപ്പോൾ എന്തുകൊണ്ടാണ് ഇവിടെ ഒരു കാസ്റ്റ് ബേസ്ഡ് റിസർവേഷൻ ആദ്യമായി EWS എന്ന രൂപത്തിൽ ഇന്ത്യയിൽ ഉണ്ടാക്കിയത് എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. അത് അപ്പം സാമ്പത്തിക സംവരണം എന്ന വ്യാജേന ജാതി സംവരണമാണ്. അതുകൊണ്ട് നമ്മൾ പറയുന്നത് EWS എന്ന് വെച്ചാൽ എക്സ്ക്ലൂസീവ്ലി ഹോൾലി ഫോർ സവർണാസ്. അതാണ്. അപ്പൊ സവർണ റിസർവേഷൻ വാസ്തവത്തിൽ EWS സവർണ സംവരണം എന്ന് തന്നെ പറയണം. അതിനു വേണ്ടി സവർണ വിഭാഗത്തിൽ ജനിച്ച ആളുകൾക്ക് മാത്രമുള്ള സംവരണമാണ്. അത് ഉണ്ടാക്കുന്നതിൽ എന്താണ് അതിൻ്റെ കാരണം? ഒന്ന്, ഇവർ ഈ കഴിഞ്ഞ 70 കോൺസ്റ്റിറ്റ്യൂഷൻ വന്നിട്ട് 75 വർഷം കഴിയുന്നു, 76 വർഷം കഴിയുന്നു. ഈ 76 വർഷത്തിൽ ഈ ബാബാ സാഹബ് അംബേദ്കർ കൊണ്ടുവന്ന 1930 ആദ്യത്തെ റൗണ്ട് ടേബിൾ കോൺഫറൻസിൽ അവതരിപ്പിച്ച
സംവരണം എന്നുള്ള വാക്ക് അദ്ദേഹം ഉപയോഗിച്ചില്ല. പക്ഷേ ഈക്വൽ റെപ്രസെൻറ്റേഷൻ, അദ്ദേഹം റിസർവേഷൻ എന്നുള്ള വാക്ക് ഉപയോഗിച്ചില്ല. പ്രാതിനിധ്യം എന്നാണ്. അതായത് ഈക്വൽ റെപ്രസെൻറ്റേഷൻ, ഡ്യൂ ആൻഡ് ആഡിക്വേറ്റ് റെപ്രസെൻറ്റേഷൻ ഫോർ ഓൾ കമ്മ്യൂണിറ്റീസ്, ആനുപാതികമായ മതിയായ പ്രാതിനിധ്യം എല്ലാ സമുദായങ്ങൾക്കും എന്നാണ് അദ്ദേഹം ലണ്ടനിൽ മുന്നോട്ട് വെച്ചത്. ആ കോൺസെപ്റ്റാണ് ആർട്ടിക്കിൾ 16 ബേസിക്കലി വന്നത്. പക്ഷെ അതിൻ്റെ പേര് മാറ്റി റിസർവേഷനാക്കി. റിസർവേഷൻ എന്നുള്ള വാക്ക് ഈ മഹാരാജാക്കന്മാരും രാജാക്കന്മാരും മൈസൂറിലും പിന്നെ ബ്രിട്ടീഷുകാർ മദ്രാസിലും ഇവിടെ തിരുവിതാംകൂറിലും മലയാളി മെമ്മോറിയലൊക്കെ വന്നിട്ട് അവരാണ് ഈ റിസർവേഷൻ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. പക്ഷേ ഡിപ്രസ് ക്ലാസ്സസിൽ നിന്നും വേണ്ടി ബാധിച്ച ഡോക്ടർ അംബേദ്കർ റിസർവേഷൻ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നില്ല, റെപ്രസെൻറ്റേഷൻ എന്നുള്ള വാക്കാണ്. അപ്പം നമ്മൾ ഈ ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ സംവരണം എന്നല്ല, പ്രാതിനിധ്യത്തിനെ കുറിച്ച് സംസാരിക്കണം. ഈ സംവരണം, റിസർവേഷൻ എന്നുള്ള വാക്ക് കോൺസ്റ്റിറ്റ്യൂഷനിലുണ്ട്, അതുകൊണ്ട് നമ്മൾ അതിനെ അക്സെപ്റ്റ് ചെയ്യുന്നു. അത് നമ്മുടെ ക്ലെയിമാണ്. പക്ഷേ നമ്മുടെ റിയൽ ക്ലെയിം റെപ്രസെൻറ്റേഷനാണ്. അപ്പം നമ്മൾ ആ വാക്ക് ഉപയോഗിക്കാതെ ഈ പ്രാതിനിധ്യം എന്നുള്ള വാക്കാണ് ഉപയോഗിക്കേണ്ടത്. പ്രാതിനിധ്യം തന്നെ വാസ്തവത്തിൽ എന്തുകൊണ്ടാണ് അംബേദ്കർ പറഞ്ഞത്? അതേ റൗണ്ട് ടേബിൾ കോൺഫറൻസിൽ പ്രാതിനിധ്യം, ആനുപാതികമായ മതിയായ പ്രാതിനിധ്യം വേണം എന്ന് ഡിമാൻഡ് ചെയ്ത് ഡിപ്രസ് ക്ലാസ്സസിന് റെപ്രസെൻറ്റേറ്റീവ് ഗവൺമെൻറ് വേണം, വെറും ഇലക്ഷൻസ് പോരാ, ഇലക്ടറൽ ഡെമോക്രസി മാത്രമല്ല റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസി വേണം എന്നുള്ളത് ഡിപ്രസ് ക്ലാസ്സസിൻ്റെ നോൺ നെഗോഷ്യബിൾ ഡിമാൻഡായിട്ട് മുന്നോട്ട് വയ്ക്കുന്നത് ഡോക്ടർ അംബേദ്കർ ആണ് ഈ റൗണ്ട് ടേബിൾ കോൺഫറൻസ്. അതേ കോൺഫറൻസിൽ തന്നെ അദ്ദേഹം ഇത് മുന്നോട്ട് വയ്ക്കുകയും അതിനൊരു മെക്കാനിസംസ് ഉണ്ടാക്കുകയും ചെയ്യുന്നു. അപ്പോൾ അതിൽ അദ്ദേഹം എൻവിസാജ് ചെയ്യുന്നത് റെഗുലേഷൻ ഓഫ് റിക്രൂട്ട്മെൻറ്റ് ഓർ റെഗുലേഷൻ ഓഫ് അഡ്മിഷൻ ഇൻ ടു കോളേജസ് സോ ആസ് ടു എൻഷ്യൂർ റെപ്രസെൻറ്റേഷൻ എന്നാണ്. അപ്പോൾ അതിൽ ഒരു ഫിക്സ്ഡ് ടേം ഇല്ല, 10 വർഷത്തേക്കെന്നല്ല, നിത്യമായി കണ്ടിന്യൂസ്ലി നമ്മൾ മോണിറ്റർ ചെയ്യണം, ഗവൺമെൻറ് മോണിറ്റർ ചെയ്യണം. കമ്മ്യൂണിറ്റീസിൻ്റെ പോപ്പുലേഷൻ എന്താണ്, അവരുടെ റെപ്രസെൻറ്റേഷൻ എന്താണ്. റെപ്രസെൻറ്റേഷൻ കുറവുള്ള കമ്മ്യൂണിറ്റീസിന് കൂടുതൽ കൊടുക്കണം, കൂടുതലുള്ള കമ്മ്യൂണിറ്റീസിന് തൽക്കാലം കുറയ്ക്കണം. എന്നിട്ട് ഇത് കോൺസ്റ്റൻ്റ്ലി അഡ്ജസ്റ്റ് ചെയ്യണം. നമ്മളൊരു വാട്ടർ ലെവൽ അഡ്ജസ്റ്റ് ചെയ്യുന്ന പോലെ കോൺസ്റ്റൻ്റ്ലി ഒരു ഡാം, ഒരു അണക്കെട്ടിൻ്റെ ലെവൽ നോക്കിയിട്ട് വെള്ളം കുറയുമ്പോൾ അത് കൂടുതൽ നമ്മൾ വിടും, കൂടുതലാണെങ്കിൽ വെള്ളം ഷട്ടർ വിടും. അപ്പം അതുപോലെ ഇത് മോണിറ്റർ ചെയ്യണം എന്നാണ് പറഞ്ഞത്, അല്ലാതെ 10 വർഷത്തേക്കല്ല. അങ്ങനെ ഒരു പ്രചാരണം വളരെ തെറ്റായിട്ടുള്ള പ്രചാരണമാണ്. ഇപ്പം എന്ന് ഇന്ത്യ നിലനിൽക്കണമെങ്കിൽ, ഇവിടെ ജനാധിപത്യം വേണമെങ്കിൽ ഇലക്ഷൻസ് മാത്രം പോരാ, പ്രാതിനിധ്യ ജനാധിപത്യം വേണം എന്ന് ഡോക്ടർ അംബേദ്കർ ശക്തമായി പറയുകയും അതിൻ്റെ ബേസിസിൽ ഇങ്ങനത്തെ ഒരു മെക്കാനിസം കൊണ്ടുവരണം ടു എൻഷ്യൂർ ആഡിക്വേറ്റ് റെപ്രസെൻറ്റേഷൻ. അത് വേണമെങ്കിൽ സെൻസസ് വേണം. സെൻസസ് ഇല്ലാതെ ആനുപാതികം എങ്ങനെയാവും? സമുദായ സെൻസസ്. നമ്മൾ ജാതി എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നില്ല. ജാതി എന്ന് വെച്ചാൽ ഈ 4 ജാതികളേ ഉള്ളൂ. എന്താണ്? ബ്രാഹ്മിൻ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര. ബാക്കി നമ്മളെല്ലാം ഔട്ട് ഓഫ് കാസ്റ്റ് ആണ്. അവർക്ക് കാസ്റ്റ് ഇല്ല, ഔട്ട്സൈഡ് ദ കാസ്റ്റ്. അവർ ഇൻ കാസ്റ്റ് ആണ്, നമ്മൾ ഔട്ട് കാസ്റ്റ്. അപ്പോൾ അവർക്കേ കാസ്റ്റ് ഉള്ളൂ. അപ്പോൾ നമുക്ക് സമുദായം എന്നുള്ള വാക്കാണ് ഡോക്ടർ അംബേദ്കർ ഉപയോഗിച്ചത്. അപ്പോൾ ഈ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഈ വാക്കുകൾ വന്ന് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നു. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് എന്തുകൊണ്ടാണ് ഡോക്ടർ അംബേദ്കർ ഇത് പറഞ്ഞത് എന്ന് വെച്ചാൽ, ഡോക്ടർ അംബേദ്കർ അതേ കോൺഫറൻസിൽ പ്രെഡിക്റ്റ് ചെയ്തു, ഇന്ത്യയിൽ നിന്ന് ബ്രിട്ടീഷുകാർ പോയി കഴിഞ്ഞാൽ ഇന്ത്യയെ ഭരിക്കാൻ പോകുന്നത് ഒരു ഓളിഗാർക്കിയാണെന്ന് പറഞ്ഞു. ഓളിഗാർക്കി ഈ സവർണ ഓളിഗാർക്കിയാണ്. അപ്പോൾ ഇതിനെ മറികടക്കാൻ ഇതിൻ്റെ ഒരു പ്രതിരോധമായിട്ടാണ് ഡോക്ടർ അംബേദ്കർ ഈ റെപ്രസെൻറ്റേഷൻ്റെ മെക്കാനിസം വേണമെന്ന് പറഞ്ഞത്. എന്ന് വെച്ചാൽ ഈ ഓളിഗാർക്ക് എന്ന് വെച്ചാൽ നമുക്കറിയാം, ഈ കെമിസ്ട്രിയിൽ പ്രൊഫസർ വിജയകുമാർ എപ്പോഴും പറയും, ഈ പോളിസാക്കറൈഡ് എന്ന് വെച്ചാൽ കുറേ സാക്കറൈഡ്സ്, മോണോസാക്കറൈഡ് എന്ന് വെച്ചാൽ ഒരു സാക്കറൈഡ്, ഓളിഗോസാക്കറൈഡ് എന്ന് വെച്ചാൽ കുറച്ച് സാക്കറൈഡ്. അതുപോലെ മോണോ ആർക്കി എന്ന് വെച്ചാൽ ഒരാളുടെ ഭരണം, രാജാവിൻ്റെ ഭരണം. ഓളിഗാർക്കി എന്ന് വെച്ചാൽ കുറച്ച് ആൾക്കാരാണ്. അപ്പോൾ ഇതാണ് ഉണ്ടാകാൻ പോകുന്നതെന്ന് ഡോക്ടർ അംബേദ്കർ 1930 പ്രവചിച്ചു. അതാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. 4 സമുദായങ്ങളുടെ കയ്യിലാണ് എല്ലാ വിഭവങ്ങളും പവറും ഇന്ത്യയിൽ, 99%. അത് എല്ലാ സെക്ടറിലും, മീഡിയ, അക്കാഡമിയ, ഗവൺമെൻറ്, ബിസിനസ്, എല്ലായിടത്തും താക്കോൽ സ്ഥാനങ്ങൾ അവരുടെ കയ്യിലാണ്. കേരളത്തിലാണെങ്കിൽ 3 കമ്മ്യൂണിറ്റിയുടെ കയ്യിലാണ്. ഒരു കമ്മ്യൂണിറ്റിയും അവരുടെ ഡിസെൻഡൻസ് ആണെന്ന് ഏകപക്ഷമായി ക്ലെയിം ചെയ്യുന്ന മറ്റ് 2 കമ്മ്യൂണിറ്റീസും. അപ്പോൾ ഈ ഓളിഗാർക്കി ഭരണത്തിനെ കുറിച്ച് ലോകത്ത് എല്ലായിടത്തും പഠിച്ചിട്ടുണ്ട്. ഓളിഗാർക്കി ഭരിച്ചാൽ അവർക്ക് വേണ്ടി മാത്രമേ ഭരിക്കൂ. അപ്പോൾ ആ ഭരണത്തിൻ്റെ ഒരു അടിത്തറയായിട്ടുള്ളത്
അവരുടെ വിശ്വാസം അവർക്ക് മറ്റുള്ളവർക്കില്ലാത്ത കഴിവുകൾ അവർക്കുണ്ട്. അവർ ഈ സ്വജന പക്ഷപാതമാണ്. നമ്മളോടുള്ള വിദ്വേഷമല്ല, അവർക്ക് അവരോടുള്ള സ്നേഹമുള്ള രാജാവ് എൻ്റെ മകനെ ആക്കണം, അടുത്ത രാജാവ് എന്ന് പറയുമ്പോൾ ബാക്കിയുള്ളവരോട് വിദ്വേഷമല്ല, ഈ മകനോടുള്ള സ്നേഹമാണ്, നെപ്പോട്ടിസമാണ്. അപ്പോൾ അയ്യോ എൻ്റെ മകനെ പോലെ ഇത്രയും മിടുക്കൻ പേര് ലോകത്ത് ആരെങ്കിലും ഉണ്ടോ? അപ്പോൾ ഈ ഓളിഗാർക്കിക്കും അവർ സ്വജന പക്ഷപാതമാണ്. അപ്പോൾ ഈ ജഡ്ജായാലും ബ്യൂറോക്രാറ്റ് ആയാലും പൊളിറ്റിക്കൽ ലീഡർ ആയാലും മേനോന്റെ മകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു പ്രത്യേകത ഉണ്ടെന്ന് നമ്മൾ സ്വയറിംഗിൽ പോലും അത് ഇത്രയോ നോട്ടീസ് ചെയ്ത ആൾക്കാർ. ചെത്തു തൊഴിലാളിയുടെ മകൻ എന്ന് സ്വയറിംഗിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മറ്റൊരു വിധത്തിൽ മാതൃഭൂമി കാർട്ടൂൺ എഴുതിയതുപോലെ പിന്നെ നിങ്ങൾ തെങ്ങിന്റെ മുകളിൽ പോയിരിക്കൂ എന്ന് പറയില്ലേ. അപ്പോൾ അങ്ങനെ ഒരു പ്രെജുഡിസ് ഉണ്ട്. അപ്പോൾ ആ പ്രെജുഡിസിനെ ഉള്ളത് കൊണ്ടാണ് അതിനെ കൗണ്ടർ ചെയ്യാനാണ് ഈ പ്രാതിനിധ്യം വേണം എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ അതേ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിലാണ് നമ്മൾ ഇവിടെ റിസർവേഷൻ ഉണ്ടാക്കുന്നത്. പ്രാതിനിധ്യം ഇല്ലാത്തവർക്ക് അത് ഈ OBC ആണെങ്കിൽ ഒരു ക്രൈറ്റീരിയൻ റെപ്രസെൻറ്റേഷനാണ്, പൊളിറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ. പൊളിറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ കൂടുതലുണ്ടെങ്കിൽ റിസർവേഷൻ അപ്രസക്തമാകുന്നു. അതിൻ്റെ ഇൻസ്ട്രുമെൻ്റാണ് ഈ റിസർവേഷൻ, റെപ്രസെൻറ്റേഷൻ ഇൻസ്ട്രുമെൻ്റാണ്. അപ്പോൾ EWS വന്നപ്പോൾ റെപ്രസെൻറ്റേഷൻ വളരെ അമിതമായുള്ള ഓളിഗാർക്കി കമ്മ്യൂണിറ്റീസിൻ്റെ മെമ്പേഴ്സിന് വേണ്ടി മാത്രമേ ഇവർ റിസർവേഷൻ ഉണ്ടാക്കുകയാണ്. അപ്പോൾ റെപ്രസെൻറ്റേഷനും റിസർവേഷനും തമ്മിലുള്ള ബന്ധത്തിന് അവർ ഡിസ്ട്രോയ് ചെയ്യുക. അതാണ് അതിന് ഭരണഘടനയുടെ അടിസ്ഥാന ചോദ്യം ചെയ്യുന്നു എന്നുള്ള വിമർശനം ഡിസ്ട്രോയ് ചെയ്യാണ്. എന്ന് വെച്ചാൽ ഞാൻ സുപ്രീം കോടതിയിൽ വാദിച്ചു, വാസ്തവത്തിൽ റിസർവേഷൻ എന്ന് പറഞ്ഞാൽ ഈ സവർണറുടെ മെക്കാനിസമാണ്. അവരെല്ലാം അവർക്ക് വേണ്ടി റിസർവ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമ്മളുടെ ഡിമാൻഡ് റെപ്രസെൻറ്റേഷനാണ്. റിസർവേഷൻ അവസാനിപ്പിക്കാനാണ്. അല്ലാതെ നമുക്ക് റിസർവേഷൻ അല്ല, നമുക്ക് റെപ്രസെൻറ്റേഷനാണ് വേണ്ടത്. ഈ റെപ്രസെൻറ്റേഷൻ വേണ്ടത് എന്തുകൊണ്ടാണ്? ഡോക്ടർ അംബേദ്കർ പറഞ്ഞു ഈ ട്രാൻസ്ഫർ ഓഫ് പവർ ഉണ്ടാകാൻ പോകുന്നത് ബ്രിട്ടീഷിൽ നിന്നും ഓളിഗാർക്കിക്ക് ആണ്, ഫസ്റ്റ് ട്രാൻസ്ഫർ ഓഫ് പവർ. പക്ഷേ നമുക്ക് സെക്കൻഡ് ട്രാൻസ്ഫർ ഓഫ് പവർ വേണം, ഫ്രം ഓളിഗാർക്കി ടു ഓൾ കമ്മ്യൂണിറ്റീസ് ആനുപാതികമായി. ഈ സെക്കൻഡ് ട്രാൻസ്ഫർ ഓഫ് പവർ 76 വർഷമായിട്ട് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. അതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ടൂളാണ് ഈ സംവരണം നമ്മൾ പറയുന്നത്. ഈ സെക്കൻഡ് ട്രാൻസ്ഫർ ഓഫ് പവറിൻ്റെ ടൂളാണ്. എന്ന് വെച്ചാൽ ഈ എന്തായാലും ആദ്യമായിട്ട് പവർ എല്ലാവരുടെയും കയ്യിൽ വേണം. ഡോക്ടർ അംബേദ്കർ എപ്പോഴും പറയായിരുന്നു, നമുക്ക് രാഷ്ട്രീയ അധികാരം നമ്മുടെ കയ്യിലില്ലെങ്കിൽ ഇത് അർത്ഥശൂന്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ വിയോഗത്തിന് തൊട്ട് മുമ്പ് ഒരു BBC ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞു, ഇവിടെ ഡെമോക്രസി നടക്കില്ല, ഭരണവ്യവസ്ഥ ഉള്ളിടത്തോളം കാലം ഡെമോക്രസി നടക്കില്ല, അതിനേക്കാളും ബെറ്റർ കമ്മ്യൂണിസമാണെന്ന് പറഞ്ഞു ഡോക്ടർ അംബേദ്കർ. എന്ന് വെച്ചാൽ ഇവർ ഒരിക്കലും ഈ ഓളിഗാർക്കി ഇവിടെ നമ്മളെ ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കില്ല. അപ്പോൾ ഈ ഒരു ഇതിലാണ് ഈ അവസരങ്ങളെയും അധികാരത്തിനെയും ഇവർക്ക് വേണ്ടി മാത്രം മാറ്റിവെക്കാൻ വേണ്ടി ഒരു മെക്കാനിസമാണ് ഈ എക്സ്ക്ലൂസീവ്ലി ആൻഡ് ഹോൾലി ഫോർ സവർണ EWS റിസർവേഷൻ ഇവർ കൊണ്ടുവരുന്നത്. അതിൽ നമുക്ക് ഒരിക്കലും അവരൊരു അഡ്മിഷൻ തരില്ല. അപ്പോൾ ഈ ഓളിഗാർക്കി റീറ്റെയിൻ സവർണ സുപ്രീമസി, RSS റീറ്റെയിൻ സവർണ സുപ്രീമസി, ഈ RSS പ്രോജക്റ്റാണിത്. EWS RSSൻ്റെ പ്രോജക്റ്റാണ് EWS. അപ്പോൾ റീറ്റെയിൻ സവർണ സൂപ്രമസി അതിൻ്റെ അട്ടിമറിക്കാനാണ് വാസ്തവത്തിൽ റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസി, ഈ അതോറിറ്റേറിയൻ ഫാഷിസ്റ്റ് RSS പ്രോജക്റ്റ്, അതിൻ്റെ എതിരെയാണ് നമ്മൾ ഭരണഘടനയിൽ ഇത് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഇതാണ് മെയിൻ ഇഷ്യൂ. പക്ഷേ ഇതിനെ അവരെന്ത് ചെയ്തു? അവർ കോടതിയിലെ ജഡ്ജ്മെൻറ്റ്സ് ഉൾപ്പെടെ എപ്പോഴും തുടക്കം മുതൽ റിസർവേഷനെ കാണുന്നത് ഒരു ദാരിദ്ര്യത്തിനെതിരെ, പിന്നോക്ക അവസ്ഥയ്ക്കെതിരെ ഒരു പ്രതിവിധിയായിട്ടാണ്. അപ്പോൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയും ദരിദ്രരായ എല്ലാവരെയും കൺസിഡർ ചെയ്യണം എന്ന് പറയും. അതുകൊണ്ട് അവരെയും നമ്മൾ കൺസിഡർ. അപ്പോൾ ഇതിൻ്റെ പേർപ്പസ് തന്നെ മാറ്റി, ദാരിദ്ര്യമാക്കി. ഇപ്പോൾ ഇന്ത്യ റിസർവേഷന് വേണ്ടി ചോദിക്കുന്നു സെക്യൂരിറ്റി കൗൺസിലിൽ. ഇന്ത്യക്ക് റിസർവേഷൻ വേണം എന്നാണ് പറയുന്നത്. നാളുകളായിട്ട് ചോദിക്കുന്ന ചോദ്യം, നാളുകളായിട്ട് ഉന്നയിക്കുന്ന കാര്യമാണ് അത്. നമ്മൾ ആ റിസർവേഷൻ്റെ നമ്മുടെ ജസ്റ്റിഫിക്കേഷൻ നമ്മുടെ ദാരിദ്ര്യമാണോ അതോ നമ്മുടെ ജനസംഖ്യയാണോ? അതെ. അപ്പോൾ ഇവിടെ ദാരിദ്ര്യം അവസാനിച്ചാലും നമ്മൾ പറയും ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യം നമ്മളാണ്, നമ്മളില്ലാത്തൊരു സെക്യൂരിറ്റി കൗൺസിലിന് ഒരു ലെജിറ്റിമസി ഇല്ല എന്ന് നമ്മൾ പറയുന്നു. അപ്പോൾ റെപ്രസെൻറ്റേഷനാണ്, ജനസംഖ്യ, ജനങ്ങളുടെ പ്രാതിനിധ്യം, അതാണ് നമ്മുടെ ഡിമാൻഡ്. പക്ഷേ ദാരിദ്ര്യമല്ല. അത് തന്നെയാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഡിമാൻഡ്.
നമ്മുടെ സ്വരാജിന് വേണ്ടി, നമ്മൾ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്തു. നമ്മൾ എന്താ ആക്ച്വലി പറഞ്ഞത്? ഈ ഏറ്റവും ടോപ്പ് പൊളിറ്റിക്കൽ പൊസിഷൻസും പാർലമെൻറ്റും ടോപ്പ് മിനിസ്റ്റേഴ്സും രാഷ്ട്രപതിയും മസ്റ്റ് ബി റിസർവ് ഫോർ ഇന്ത്യൻസ്. അതൊരു മെത്തേഡ് ഓഫ് റിസർവേഷൻ ആണ്. വേറെ സെൽഫ് റൂൾ ഈസ് ബെറ്റർ ദാൻ ആൻ എഫിഷ്യന്റ് റൂൾ. അതെ അതെ അതെ. സ്വഭരണം സുഭരണത്തിനെക്കാളും അതൊക്കെ അവർ പറയുന്നു. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ ഇന്ത്യ എന്ന് വെച്ചാൽ ഓളിഗാർക്കിയായി മാറി. ഓളിഗാർക്കിക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളാണ് സെലിബ്രേറ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ 3 നായന്മാർ ചീഫ് മിനിസ്റ്റർ ആകാൻ വേണ്ടി മത്സരിക്കുന്നു. അതിൽ ഒരാൾ ജയിക്കുമ്പോൾ നമ്മൾ ചിലർ സെലിബ്രേറ്റ് ചെയ്യുന്നു, ചിലർ ദുഃഖിക്കുന്നു. പക്ഷേ ഇത് ആര് കിട്ടിയാലും ഈ കേരളത്തിൻ്റെ ബഹുഭൂരിപക്ഷം ജനങ്ങളുടെ പ്രാതിനിധ്യം കിട്ടുന്നില്ല, ഇവരാര് ജനിച്ചാലും. അപ്പോൾ ഒരു കപടമായിട്ടുള്ള ഒരു ഷാഡോ ബോക്സിംഗ് ആണ്. വാസ്തവത്തിൽ എന്തുകൊണ്ടാണ് ഈ ഒരു ഷെഡ്യൂൾ കാസ്റ്റ് ഇന്ന് വരെ ഒരു ഷെഡ്യൂൾ കാസ്റ്റ് മുഖ്യമന്ത്രി ആയിട്ടില്ല? എന്തുകൊണ്ടാണ് ഒരു ഷെഡ്യൂൾ കാസ്റ്റിന് മുഖ്യമന്ത്രി ആക്കാത്തതെന്ന് ഒരു ഇഷ്യൂവും ആയിട്ടില്ല. മുസ്ലിംസ് ആണെങ്കിൽ ഏറ്റവും വലിയ പോപ്പുലേഷൻ 26% 53 ദിവസവും മറ്റാണ് മുസ്ലിംസിന് കിട്ടിയിട്ടുള്ളത് ചീഫ് മിനിസ്റ്ററായിട്ട്. വാസ്തവത്തിൽ ഒരു ഷെഡ്യൂൾ കാസ്റ്റിലെങ്കിൽ ഒരു മുസ്ലിം ചീഫ് മിനിസ്റ്റർ ആകേണ്ടതാണ്. ഇതൊന്നും കരുതാതെ ഷെഡ്യൂൾ ട്രൈബൽ ചിന്ത പോലും കേരളത്തിൽ ഇല്ല, ഒരു ഇഷ്യൂ ആവുന്നില്ല കേരളത്തിൽ. ഇത് ഈ മന്ത്രിസഭയ്ക്ക് മുമ്പെടുത്താൽ സ്വേറിംഗിൽ നടന്ന ക്യാബിനറ്റ്സിൻ്റെ 82% ഈ 3 ഒളിഗാർക്കി കമ്മ്യൂണിറ്റീസാണ് വരുന്നത്. 18 ജഡ്ജസ് സുപ്രീം കോടതിയിൽ പോയിട്ടുണ്ട്. അതിൽ 14 പേര് ഈ 3 കമ്മ്യൂണിറ്റീസാണ്. ഇതൊന്നും ഒരു വിഷയമാകുന്നില്ല. കാരണം മീഡിയ മുഴുവനും, അതുകൊണ്ടാണ് ഈ ചാനലിൻ്റെ വളരെ വലിയ ഇമ്പോർട്ടൻസ്. എന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയയിലും ഇതെല്ലാം ഓളിഗാർക്കി കൺട്രോൾ ചെയ്യാണ്. മറ്റുള്ള ഒരു പെർസ്പെക്റ്റീവ് കിട്ടുന്നില്ല. അപ്പോൾ ഒരു ബാക്ക്ഗ്രൗണ്ടായിട്ട് നമ്മൾ കാണുന്നത് നമ്മളുടെ ഏറ്റവും വലിയ ചാലഞ്ച് ഈ സെക്കൻഡ് ട്രാൻസ്ഫർ ഓഫ് പവർ ഉണ്ടാകണം. ശരിക്കും ഡെമോക്രസി വേണമെങ്കിൽ നമ്മൾ ബ്രിട്ടീഷുകാരിൽ നിന്നും ഇന്ത്യൻസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ നമ്മൾ കറക്റ്റായിട്ട് പോരാടി സക്സീഡ് ചെയ്തു. പക്ഷേ ഇന്ത്യൻസ് എന്ന് വെച്ചാൽ ഈ ഓളിഗാർക്കി അല്ല, ഇവിടുത്തെ ജനങ്ങളാണ്. അതിലേക്ക് ട്രാൻസ്ഫർ ഓഫ് പവർ ഉണ്ടാവണം. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റിനെ അട്ടിമറിക്കുന്ന ഒരു കോൺസെപ്റ്റാണ് ഈ സവർണ റിസർവേഷൻ. അതുകൊണ്ടാണ് നമ്മൾ അതിനെതിരെ ഫൈറ്റ് ചെയ്ത് വാദിച്ചു. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. പക്ഷേ 2 ജഡ്ജിമാർ, ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ഉൾപ്പെടെ ജസ്റ്റിസ് യു ലളിത്, ജസ്റ്റിസ് രവീന്ദ്ര ഭട്ട്, ഇവരെ നമ്മുടെ വാദങ്ങളൊക്കെ കേട്ട് എല്ലാവരുടെയും വാദങ്ങൾ, അതെ 5 അംഗ ബെഞ്ചായിരുന്നു. അതിൽ 2 പേര് ഈ EWS അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണെന്ന് സ്ട്രൈക്ക് ഡൗൺ ചെയ്തു. ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ സ്ട്രൈക്ക് ഡൗൺ ചെയ്തു. അതിനും ആരും ഈ മീഡിയ ഒന്നും അറ്റൻഷൻ കൊടുക്കുന്നില്ല. ഇത് കോടതി അപ്ഹോൾഡ് ചെയ്തു എന്നേ പറയുന്നു. പക്ഷേ 2 പേര് അതിനെതിരെ പറഞ്ഞു. അതിൽ ഒരാൾ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആയിരുന്നു സ്ട്രൈക്ക് ഡൗൺ ചെയ്തു. അപ്പോൾ വാസ്തവത്തിൽ അതല്ല സാറ് ഈ കേസ് വാദിക്കുന്ന സമയത്ത് പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. കാരണം ഈ കേസ് നമ്മൾ ജയിക്കാനൊട്ടും സാധ്യതയില്ല. ഇത് 5 പേരും 5-0 എന്നാണ് പറഞ്ഞത്. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായത് ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു സാറിൻ്റെ വാദം തന്നെ ആയിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം അത്രക്ക് സമഗ്രമായ രീതിയിൽ EWSന്റെ കേസിൽ സാറ് വാദിക്കുന്നുണ്ട്. ആ വാദം വളരെ ശ്രദ്ധയോടുകൂടി ഈ ചീഫ് ജസ്റ്റിസും അതുപോലെ തന്നെ രവീന്ദ്ര ഭട്ടിന്റെ വിയോജന കുറിപ്പിലും അത് കാണാൻ കഴിയുന്നുള്ളതാണ്. അപ്പോൾ സാർ അവിടെ യഥാർത്ഥത്തിൽ ഉന്നയിച്ച വാദങ്ങൾ എന്തെല്ലാമായിരുന്നു? അല്ല, ഈ വാദങ്ങൾ ഇത് തന്നെയായിരുന്നു. അതായത് ബേസിക് വാദം ഈ റിസർവേഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഞാൻ പറഞ്ഞത് ഞങ്ങളിവിടെ വന്നിരിക്കുന്ന റിസർവേഷനെ ഡിഫെൻഡ് ചെയ്യാനല്ല. ഞങ്ങൾക്കൊരു ഒരു ഇൻട്രസ്റ്റും ഇല്ല. റിസർവേഷൻ ഒരു വാസ്തവത്തിൽ സവർണ ഐഡിയ ആണ്. ഞങ്ങളതിനെതിരാണ്. ഞങ്ങൾക്ക് വേണ്ട പ്രാതിനിധ്യം. ആ പ്രാതിനിധ്യത്തിന് അപ്പം പിന്നെ നമ്മൾ പറഞ്ഞു ആർട്ടിക്കിൾ 46 അനുസരിച്ചാണ് ഈ EWS കൊണ്ടുവന്നതെന്നാണ് ഗവൺമെൻറ് തന്നെ പറയുന്നത്. 46 എന്താണ് 46 പറയുന്നത്? 46 പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആർട്ടിക്കിൾ 46 പറയുന്നത് the state shall promote with special care the educational and economic interests of weaker sections of the people. അതായത് ഓഫ് ഇൻഡിവിജ്വൽസ് ഇൻ പോവർട്ടി എന്നല്ല, weaker sections of the people. And in particular of scheduled castes and scheduled tribes. And shall protect them from social injustice and all forms of exploitation. ഇത് വെച്ചിട്ടാണ് EWS കൊണ്ടുവരുന്നത്. വിചിത്രമായ. അതെ, ഞാൻ പറഞ്ഞു ഇതിൽ വരുന്ന ഏത് മെഷറും ഈ 3-4 ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്യണം. ഒന്ന്, ഇത് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് സോഷ്യൽ ഇൻജസ്റ്റിസ്, ഇക്കണോമിക് അല്ല, സോഷ്യൽ ഇൻജസ്റ്റിസ് ആൻഡ് ഓൾ ഫോംസ് ഓഫ് എക്സ്പ്ലോയിറ്റേഷൻ്റെ ഇരകളെ പ്രൊട്ടക്റ്റ് ചെയ്യാനാണ് ഈ പ്രൊവിഷൻ. അപ്പോൾ ഇവിടുത്തെ ഈ ഓളിഗാർക്കി കമ്മ്യൂണിറ്റീസിലുള്ള ആൾക്കാർ എന്ത് സോഷ്യൽ ഇൻജസ്റ്റിസ് ആൻഡ് എക്സ്പ്ലോയിറ്റേഷൻ്റെ ഇരകളാണ്? അത് ഒരിക്കലും കൊടുക്കാൻ പാടില്ല. പിന്നെ അതിൽ
ഇൻ പെർട്ടിക്കുലർ SC/ST ഉൾപ്പെടപ്പെടണം എന്ന് കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നു. അതിൽ SC/ST ഒഴിവാക്കിയിരിക്കുന്നു. ആൻഡ് അത് വിത്ത് സ്പെഷ്യൽ കെയർ വീക്കർ സെക്ഷൻസ് ആയിരിക്കണം. അപ്പോൾ വീക്കർ സെക്ഷൻസ് ആയിരിക്കണം, അതിൽ പെർട്ടിക്കുലർലി SC/ST ഇൻക്ലൂഡ് ചെയ്യണം. EWSൻ്റെ ബെനിഫിഷ്യറീസ് മസ്റ്റ് ബി വിക്ടിംസ് ഓഫ് സോഷ്യൽ ഇൻജസ്റ്റിസ് ആൻഡ് ഓൾ ഫോംസ് ഓഫ് എക്സ്പ്ലോയിറ്റേഷൻ എന്ന് കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നു. ഇതിനെ കംപ്ലീറ്റ്ലി ഡിസ്റിഗാർഡ് ചെയ്തു. ഇതിന് നേർ വിപരീതമായിട്ടാണ് നേർ വിപരീതമാണ്. ഞാൻ തന്നെ എനിക്ക് അദ്ദേഹത്തിന് പണ്ട് അറിയാമായിരുന്നുകൊണ്ട് ഞാൻ റോജി ജോണിനെ ഒരിക്കൽ വിളിച്ചു, MLA ആയിരുന്നപ്പോൾ. എന്നിട്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾ അത് ഇപ്പോഴത്തെ മന്ത്രി, നിങ്ങൾ എനിക്ക് ഡൽഹിയിൽ നിന്ന് അറിയാവുന്നുണ്ട്, ഞാൻ സിൻസിയറായിട്ട് പറഞ്ഞാണ്, നിങ്ങൾ എന്തുകൊണ്ട് അന്നത്തെ LDF ഗവൺമെൻറ്റിനോട് ഒരു ചോദ്യം ചോദിച്ചൂടെ? നിങ്ങളുടെ കോൺസ്റ്റിറ്റ്യുവൻസിയിലുള്ള ഇക്കണോമിക്കലി ഈ പറഞ്ഞ ഈ 46ൻ്റെ ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രം EWS എന്തുകൊണ്ട് കൊടുക്കുന്നില്ല? എന്തുകൊണ്ട് ഇതിൽ പെടാത്തവർക്ക് കൊടുക്കുന്നു? എന്തുകൊണ്ട് അവരെ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല? അദ്ദേഹം റിഫ്യൂസ് ചെയ്തു, ആ ചോദ്യം ചോദിക്കില്ല എന്ന് പറഞ്ഞു. അത് പ്രതിപക്ഷ നേതാവിന് ആയിട്ട് കൺസൾട്ട് ചെയ്യുക, സതീശൻ, അവരുമായിട്ട് കൺസൾട്ട് ചെയ്യണം, എന്നാലേ ചോദിക്കാൻ ഒക്കുള്ളൂ. ഞാൻ പറഞ്ഞു, നിങ്ങളൊരു MLA അല്ലേ, നിങ്ങളുടെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഈ വിക്ടിംസ് ഓഫ് സോഷ്യൽ ഇൻജസ്റ്റിസ്, ഓൾ ഫോംസ് ഓഫ് എക്സ്പ്ലോയിറ്റേഷൻ, SC/ST മൈനോറിറ്റീസ്, ഇവരെ കൂടെ ഇൻക്ലൂഡ് ചെയ്യേണ്ടതല്ലേ? അവരെ ഇൻക്ലൂഡ് ചെയ്യരുത് എന്ന് പറയുന്നില്ലല്ലോ. അത് ഞാൻ പറഞ്ഞ അതിൽ ഈ എക്സിസ്റ്റിംഗ് 16-15 റിസർവേഷൻ കിട്ടാത്ത ആൾക്കാർക്ക് അവരെ കൂടെ ഇതിൽ ഇൻക്ലൂഡ് എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്ന് ചോദിച്ചൂടെ? ഞാൻ വിചാരിച്ച ഒരു യുവാവാണ്, ഒരു സ്റ്റുഡൻറ് ലീഡറായിരുന്നു, യൂത്ത് ലീഡറാണ്, ഒന്ന് ചോദിക്കുക, റിഫ്യൂസ് ചെയ്തു. അപ്പോൾ ഇവരുടെ ഉദ്ദേശം എന്താണ്? ഇവർക്ക് വേണ്ടി റിസർവേഷൻ വേണം, ഒരു സെപ്പറേറ്റ് കമ്പാർട്ട്മെന്റ് വേണം. ഈ കോടതി വിധിയിൽ, രവീന്ദ്ര ഭട്ടിന്റെ വിധിയിൽ പ്രത്യേകം ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യമുണ്ടല്ലോ. അതായത് ഇവിടുത്തെ ഏറ്റവും ദരിദ്രരായ ജനവിഭാഗങ്ങൾ, ഒന്നാമത്തെ ജനവിഭാഗം പട്ടികവർഗമാണ്, രണ്ടാമത്തെ പട്ടികജാതിക്കാരാണ്, ഇത് കഴിഞ്ഞ് OBC, ഇത് കഴിഞ്ഞിട്ടാണ് മറ്റുള്ളവർ. അപ്പോൾ അവരെയും കൂടി ഉൾപ്പെടുത്തേണ്ടതാണ് ഇതിനുള്ളൊരു അദ്ദേഹം ഒന്ന് സൂചിപ്പിക്കുന്നുണ്ട്. പക്ഷെ ഞാനിത് വാദിച്ചപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞു, അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇവരുടെ ഒബ്ജക്റ്റീവ്സ്, ഞാൻ പറഞ്ഞു ശരി, എല്ലാവർക്കും കൊടുക്കുക, ഈ OBC പോലെ ആരെ എക്സ്ക്ലൂഡ് ചെയ്യണ്ട, ഈ ക്രൈറ്റീരിയയിൽ പെടുന്ന എല്ലാവർക്കും കൊടുക്കുക, അത് ജാതി മത ഭേദമില്ലാതെ കൊടുക്കുക. അപ്പോൾ അദ്ദേഹം പറയുന്ന സാമ്പത്തിക സംവരണം, അതെ, എന്നാലും ശരിക്കുള്ള അതാണ് ഈ മാർക്സിസ്റ്റുകാർ സാമ്പത്തിക സംവരണം എന്ന് പറഞ്ഞിരുന്ന അതാണ്, ജാതി മത ഭേദമില്ലാതെ എല്ലാവർക്കും കൊടുക്കുക. പക്ഷെ ഇപ്പോൾ ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയിരിക്കുന്ന ഈ കാസ്റ്റിന്റെ ലിസ്റ്റാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, ജെനുവിൻ കാസ്റ്റ് ലിസ്റ്റാണ്. പക്ഷെ ഇത് പറഞ്ഞപ്പോൾ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു, അദ്ദേഹം പറഞ്ഞു, അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഈ ഗവൺമെൻറ്റിൻ്റെ റിയൽ ഉദ്ദേശം സാധിക്കില്ല എന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ അങ്ങനെ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇതിൽ ഒരിക്കലും ഒരു സവർണ മെമ്പറിന് വരില്ല EWS ലിസ്റ്റിൽ. പക്ഷേ ഗവൺമെൻറ്റിന് ഇന്നും ആ പോസിബിലിറ്റി ഉണ്ട്. അതായത് ഇപ്പോൾ റിസർവേഷൻ എലിജിബിളാണ്. ഈ 16(4) പറയുന്നത് എക്സ്ക്ലൂഡിങ് ദി ക്ലാസ്സസ് അണ്ടർ 16(4), 15(4) എന്നാണ്. അത് ഞാൻ വാദിച്ചു, 16(4), 15(4) എന്നാണ്. അപ്പോൾ എപ്പോഴാണ് ഈ എക്സ്ക്ലൂഷൻ? നമ്മൾ മനുഷ്യരാണ്, നമ്മൾ ഈ 15(4), 16(4) OBC ക്ലാസ്സിൽ, SC/ST ക്ലാസ്സിൽ എപ്പോഴാണ് പെടുന്നത്? അതിൻ്റെ ഒരു ബെനിഫിറ്റ് കിട്ടുമ്പോഴാണ് നമ്മൾ പെടുന്നത്. തീർച്ചയായിട്ടും. അല്ലെങ്കിൽ നമ്മുടെ സോഷ്യൽ ഐഡൻറ്റിറ്റി അല്ല ഇത്. നമ്മുടെ ഒരു സ്പെഷ്യൽ അസിസ്റ്റൻസ് തരാൻ വേണ്ടി എലിജിബിലിറ്റി ക്രൈറ്റീരിയനാണ്, അല്ലാതെ സോഷ്യൽ ഐഡൻറ്റിറ്റി അല്ല. OBC ആയാലും SC/ST ആയാലും സമുദായങ്ങൾ അല്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിൽ എനിക്ക് റിസർവേഷൻ ഞാൻ അപ്ലൈ ചെയ്യുന്നു, എനിക്ക് റിസർവേഷൻ കിട്ടുന്നില്ല, കട്ട് ഓഫ് എൻ്റെ താഴെയാണ് ഞാൻ. അപ്പം ഞാൻ പിന്നെ എങ്ങനെ OBC ആവും? ഞാൻ അതിൽ പെട്ടാൽ മാത്രമേ ഞാൻ OBC ആവുള്ളൂ, അല്ലെങ്കിൽ SC/ST ആവുള്ളൂ. അപ്പം ഞാൻ പെട്ടിട്ടില്ലെങ്കിൽ ഞാൻ അതർ ദാൻ ആവുന്നു. അതെ. അപ്പോൾ എനിക്ക് എന്തുകൊണ്ട് EWSൽ എലിജിബിലിറ്റി ഇല്ല? അതവർ അക്നോളജ് ചെയ്യുന്നില്ല. അപ്പം ഇനിയും പല പ്രശ്നങ്ങൾ ഇതുപോലെ ഒരു വളരെ ഓപ്പണായിട്ട് പ്ലെയിനായിട്ട് ഇവരുടെ ഈ ഓളിഗാർക്കിയുടെ ഷെയറിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും 10% ആ റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസിയിൽ നിന്നും വിഡ്രോ ചെയ്യാണ്. അപ്പോൾ 50% ഓൾറെഡി വിഡ്രോൺ ആണ്. ഈ 50% കോൺസ്റ്റിറ്റ്യൂഷൻ ഇല്ലാത്ത റിസർവേഷൻ വിൽ നോട്ട് എക്സീഡ് 50% എന്നുള്ള പഴയ റൂൾ അനുസരിച്ച് 50% എടുത്ത് കളഞ്ഞിട്ടുണ്ട്. മറികടക്കുന്നുണ്ടല്ലോ. അതെ, 50%-ത്തിൽ പക്ഷേ റിസർവേഷൻ ഇല്ല.
ആർക്ക് വേണമെങ്കിലും വരാം. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് അവർക്കാണ് കിട്ടുന്നത്. പക്ഷെ ആ 50% ഉള്ളിൽ ഒരു 10% വേണ്ടി മാത്രം വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവരുടെ അപ്പോൾ ഈ 50% എക്സീഡ് ചെയ്യുന്നതിലും പ്രശ്നമില്ല അവർക്ക്? ഇല്ല, എക്സീഡ് ചെയ്യുന്നതിൽ പ്രശ്നം ചിലടത്ത് എക്സീഡ് ചെയ്യുന്നുണ്ട്, ചിലടത്ത് എക്സീഡ് ചെയ്യുന്നില്ല. അത് വെറും OBC ഉള്ള തമിഴ്നാട്ടിലും എക്സീഡ് ചെയ്യുന്നു. അപ്പോൾ എക്സീഡ് ചെയ്യരുത് എന്ന് നമ്മുടെ ഇന്ദിരാ സോണി പറയുന്നില്ല, പക്ഷേ ജസ്റ്റിഫിക്കേഷൻ വേണം എന്നാണ് പറയുന്നത്. പക്ഷെ അതിൻ്റെ ഉള്ളിൽ അവർ ഇവർക്ക് വേണ്ടി വേറെ ഒരു കാസ്റ്റിനോ കമ്മ്യൂണിറ്റിക്കോ ഈ സവർണർക്കല്ലാതെ ഈ റിസർവേഷൻ ഇല്ല. അതെ, ഇവർക്ക് മാത്രമേ ഉള്ളൂ 10%. ഇവർ 2-3% ആയിരിക്കും പോപ്പുലേഷൻ, ഇവർക്ക് 10% ഇരിക്കുന്നു. അവർക്ക് ഈ കട്ട് ഓഫ് ലോ ആവുന്നത് അവരുടെ അതായത് പരമാവധി കൊടുക്കാവുന്നതാണ് 10%. പക്ഷേ 10% എല്ലാവരും കൊടുത്തിരിക്കുക. അതിന് യാതൊരു ഡാറ്റ വേണ്ട, എംപിരിക്കൽ ഡാറ്റ ഒന്നുമില്ല, കണക്കുകൾ വേണ്ട, പരിശോധനകളില്ല, ഒന്നുമില്ല. പക്ഷെ മറ്റ് ആളുകൾക്ക് റിസർവേഷൻ കൊടുക്കുമ്പോൾ ഇതെല്ലാം ഉണ്ടെങ്കിൽ പോലും കൊടുക്കാൻ പ്രയാസമാണ്. പിന്നെ SC ST OBC കട്ട് ഓഫിൻ കുറവിലുള്ള ആൾക്കാർക്ക് ഇതിപ്പോ നടപ്പാക്കി കഴിഞ്ഞതിന്റെ അനുഭവങ്ങൾ ഒരുപാട് വന്നല്ലോ. വളരെയധികം പുറകിൽ മാർക്ക് കിട്ടിയ ആളുകൾ, ഇവർ പൊതുവിൽ റിസർവേഷനെ കുറിച്ച് പറയുന്ന ഒരു ആരോപണം അതാണല്ല, മാർക്ക് കുറഞ്ഞ ആളുകൾ, കഴിവില്ലാത്ത ആളുകൾ, യോഗ്യതയില്ലാത്ത ആളുകൾ ഡോക്ടർമാരും എഞ്ചിനീയർമാരും ആകുന്നു എന്നുള്ള ഒരു ആരോപണം ഉന്നയിച്ചത്. പക്ഷെ ഇപ്പൊ ആരോപണം ഉന്നയിക്കാൻ പറ്റാത്ത രീതിയിൽ EWC പെടുന്ന ആളുകളാണ് ഏറ്റവും മാർക്ക് കുറഞ്ഞ ആളുകൾ കയറുന്നതായിട്ടാണ് ഇപ്പൊ കണക്ക് വരുന്നത്. പക്ഷെ അതിൽ അവർ നമ്മളെപ്പോഴും പറയും OBC SC ST റിസർവേഷൻ ആണെങ്കിൽ ഡോക്ടറിന് കഴിവില്ല, എഞ്ചിനീയറിന് കഴിവില്ല, ഓപ്പറേഷൻ ചെയ്താൽ. പക്ഷേ സ്പോർട്സ്മെന് കൊടുക്കുന്നു, സ്ത്രീകൾക്ക് കൊടുക്കുന്നത് കറക്റ്റാണ്, കൊടുക്കുന്നു. പക്ഷെ അവർക്ക് കൊടുക്കുന്നു. ഈ ജവാൻസിൻ്റെ മക്കൾ, അങ്ങനെ സെൻട്രൽ ഗവൺമെൻറ് ഓഫീഷ്യൽസ്, അവർക്കെല്ലാം റിസർവേഷൻ കൊടുക്കുന്നു. പക്ഷെ ഒരു ഡോക്ടർ വരുമ്പം നിനക്ക് പോൾ വോൾട്ട് ചാടിയിട്ടാണോ അഡ്മിഷൻ കിട്ടിയത് ആരെങ്കിലും ചോദിക്കുന്നത്? ഈ സ്പോർട്സ് ആൾക്കാർക്ക് കൊടുത്തുകൊണ്ട് മെറിറ്റ് പോകുന്നു എന്ന് ആരെങ്കിലും പറയുന്നു? സ്ത്രീകൾക്ക് കൊടുക്കുന്നതുകൊണ്ട് മെറിറ്റ് പോകുന്ന ആരെങ്കിലും പറയുന്നുണ്ട്? അപ്പൊ വാസ്തവത്തിൽ OBC SC ST കൊടുത്താൽ മാത്രമേ മെറിറ്റ് വിഷയമുള്ളൂ. അതെന്താണ്? അത് വെറും ജാതിയാണ്, വംശീയതയാണ്. അതെ, OBCയിൽ പെട്ട സ്ത്രീക്കാണെങ്കിൽ മെറിറ്റ് പോകും, OBCയിൽ അല്ലാത്ത സ്ത്രീക്ക് റിസർവേഷൻ കൊടുക്കുകയാണെങ്കിൽ മെറിറ്റ് പ്രശ്നമല്ല, മെറിറ്റ് പ്രശ്നം. അതാണല്ലോ നമ്മുടെ വനിതാ സംവരണത്തിൽ കൊണ്ടുവന്നത്. വനിതാ സംവരണം എന്ന ആശയത്തിനകത്തും OBC SC റിസർവേഷൻ അനുവദിക്കുന്നില്ല. അപ്പോൾ ഇത് വെറും ഒരു അതാണ് ഈ വർണ്ണവ്യവസ്ഥയുടെ, അതായത് ഈ സവർണർക്ക് മാത്രമേ ഈ ഓപ്പർച്യൂണിറ്റീസ് കിട്ടാൻ പാടുള്ളൂ. ബാക്കിയുള്ളവർക്ക് അവർ വിശ്വസിക്കുന്നത് ഈ വർണ്ണാശ്രമ ധർമ്മത്തിൻ്റെ ഈ ഫ്രോഡാണ്. ആ ഫ്രോഡിൽ ഇവർ വിശ്വസിക്കുന്നത് എന്താണ്? ഇവർക്കാർക്കും യോഗ്യതയില്ല, കഴിവില്ല എന്നാണ്. അതെ. ഇപ്പോൾ ഒരു ബ്ലൈൻഡായിട്ട് ഒരാളെ ഡ്രൈവർ ആക്കാൻ ആരെങ്കിലും പറയുക, അതുപോലെ പറയുക യോഗ്യതയില്ല, ഇവർക്ക് ജന്മനാൽ യോഗ്യതയില്ലാത്ത ആൾക്കാരെന്നുള്ള ആ പ്രജുഡിസ്, വർണ്ണാശ്രമധർമ്മത്തിൻ്റെ വർണ്ണാശ്രമ അധർമ്മത്തിൻ്റെ ആ ബേസിക് പ്രജുഡിസ്, അതിനെയാണ് വാസ്തവത്തിൽ നമ്മൾ ടാക്കിൾ ചെയ്യുന്നത്. അപ്പോൾ EWSൽ ഈ മറ്റേ സൈഡിൽ പിന്നെ ഞാൻ ഒരു കാര്യം, അവർക്ക് ഒരു ഡേറ്റ ഇല്ലായിരുന്നു മിസ്റ്റർ സുദേശ് പറഞ്ഞ പോലെ. പക്ഷെ ഒരുപാട് ഡേറ്റ അവർ അവതരിപ്പിച്ചു, ഒരു പ്രസക്തിയില്ലാത്ത ഡേറ്റ അവതരിപ്പിച്ചു. എന്നാലും അതെല്ലാം അക്സെപ്റ്റ് ചെയ്തു. ഈ മെജോറിറ്റി ജഡ്ജസ് അതെല്ലാം അക്സെപ്റ്റ് ചെയ്തു. ഇപ്പം ഞാൻ കാണുന്നത്, ഞാനന്ന് കണ്ടത് ഈ ഇഫക്റ്റീവായിട്ടുള്ള ആർഗ്യുമെൻറ്റ്സ് ജഡ്ജ് കോർട്സിന് മുമ്പിൽ വെക്കാൻ ആവശ്യത്തിന് ഒരു ബെഞ്ച്, നമുക്ക് ഒരു ബാറിൻ്റെ ഇടയിൽ ഒരു സ്ട്രെങ്ത് ഇല്ലായിരുന്നു. ഒരുപാട് ആൾക്കാർ വാദിച്ചു. പിന്നെ ഇതിനോട് കമ്മിറ്റ്മെൻ്റ് ഉള്ള പലരും വാദിക്കുന്നത് ഈ കമ്മ്യൂണിറ്റീസിൽ നിന്ന് വരുന്ന ആൾക്കാർ, സഫർ ചെയ്യുന്ന ആൾക്കാരല്ല. അതാണ്. അപ്പോൾ അവർക്ക് ഇതിൻ്റെ എന്താണ് ശരിക്കുള്ള റിയാലിറ്റി എന്ന് അവർക്ക് എക്സ്പീരിയൻസ് ചെയ്ത് അറിവില്ല. അവിടെയാണ് നമുക്ക് ബാറിലും പ്രാതിനിധ്യം വേണം, ജുഡീഷ്യറിയിലും പ്രാതിനിധ്യം വേണം. ഈ അടുത്ത കാലത്ത് സാറ് വാദിച്ച മറ്റൊരു കേസ് ശബരിമല റെഫറൻസ് കേസാണ്. അതെ. അപ്പോൾ അത് ഞാൻ സാറിൻ്റെ വാദം കേൾക്കുകയുണ്ടായി. അപ്പോൾ എന്താണ് അവിടുത്തെ ഒരു അനുഭവം എന്ന് പറയാമോ? എന്താണ് അതിൻ്റെ കോർ ഇഷ്യൂ? അതെ, അത് കോർ ഇഷ്യൂ നമ്മൾ വളരെ ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ, ഈ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലിജൻ ഉണ്ട്. 25, 26, 27, 28 4 ആർട്ടിക്കിൾസാണ്. അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കാണുന്നത് ഈ 25 കാണുന്നത് സബ്ജക്റ്റ് ടു പബ്ലിക് ഓർഡർ ഓർ മൊറാലിറ്റി ആൻഡ് ഹെൽത്ത് and to other provisions of this part, all persons are equally entitled to freedom of conscience and the right freely to profess, practice and propagate religion. ഇത് വ്യക്തികൾക്കുള്ളതാണ്. ഇതാണ് ഫ്രീഡം ഓഫ് റിലിജൻ. വ്യക്തികൾക്ക് മാത്രമേ ഉള്ളൂ, വേറെ ആർക്കും ഇല്ല. 25(2) തന്നെ പറയുന്നു, സ്റ്റേറ്റിന്
റിലീജിയസ് പ്രാക്ടീസ് അല്ലാത്ത ഇക്കണോമിക്, ഫൈനാൻഷ്യൽ, പൊളിറ്റിക്കൽ ഓർ അതർ സെക്യുലർ ആക്ടിവിറ്റി റെഗുലേറ്റ് ചെയ്യാം. റിഫോം, പിന്നെ അത് 25(2)A. 25(2)Bയിൽ പറയുന്നത് സോഷ്യൽ വെൽഫെയർ ആൻഡ് റിഫോം ഓർ ത്രോയിങ് ഓപ്പൺ ഓഫ് ഹിന്ദു റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് എ പബ്ലിക് ക്യാരക്ടർ ടു ഓൾ ക്ലാസസ് ആൻഡ് സെക്ഷൻസ് ഓഫ് ഹിന്ദുസിന് വേണ്ടി നിയമം നിർമ്മാണം ചെയ്യാം എന്ന് കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നു. അപ്പോൾ ഇതിൽ പറയുന്നത് ഈ പ്രൊട്ടക്റ്റ്, റെഗുലേറ്റ് ആൻഡ് റിഫോം എന്നുള്ള 3 പില്ലേഴ്സാണ് ഇതിൽ വരുന്നത്. പ്രൊട്ടക്ട് ദ ഇൻഡിവിജ്വൽ ഫ്രീഡം ഓഫ് റിലിജൻ, റെഗുലേറ്റ് റിലിജൻ, ബിക്കോസ് റിലിജൻ ഒരു പ്ലസ്സുമാണ് ഒരു മൈനസുമാണ്. ഫെയ്ത്ത് ആൻഡ് ഫ്രീഡം അല്ല, പക്ഷേ റിലിജൻ എന്നുള്ള ഓർഗനൈസ്ഡ് റിലിജൻ ആകുമ്പം നമ്മുടെ ചരിത്രത്തിൽ, ലോകത്തിൻ്റെ ചരിത്രത്തിൽ കാണാം, റിലിജൻ പോസിറ്റീവ് ഫാക്ടറും ആകാം, നെഗറ്റീവ് ഫാക്ടറും ആകാം. നമ്മുടെ രാജ്യത്താണെങ്കിൽ റിലിജൻ്റെ ബേസിസിൽ വലിയ ഒരു ബ്ലഡ് ബാത്ത് നടന്നതാണ്, പാർട്ടിഷൻ ഉണ്ടായതാണ്. അപ്പോൾ നമ്മൾ വളരെ കോഷ്യസ് ആയിരിക്കണം, അതുകൊണ്ട് റെഗുലേറ്റ് ചെയ്യണം. പിന്നെ പെർട്ടിക്കുലർലി ഹിന്ദു റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ റിഫോം ചെയ്യണം എന്ന് കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നു. പിന്നെ 26-ൽ പറയുന്നത് ഫ്രീഡം ടു മാനേജ് റിലീജിയസ് അഫയേഴ്സ്. ഇതൊരു മാനേജ്മെൻറ്റ് റൈറ്റാണ്. അപ്പോൾ ഇതിൽ പറയുന്നത് റിലീജിയസ് ഡിനോമിനേഷൻസിന് 4 തരത്തിലുള്ള മാനേജ്മെൻറ്റ് റൈറ്റ്സ് കൊടുക്കുന്നു. ഒന്ന്, എസ്റ്റാബ്ലിഷ് ആൻഡ് മെയിൻറ്റെയിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫോർ റിലീജിയസ് ആൻഡ് ചാരിറ്റബിൾ പർപ്പസസ്, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടാക്കുക. 2, ആ റിലിജൻ്റെ മാറ്റേഴ്സ് ഓഫ് റിലിജനെ മാനേജ് ചെയ്യാം, ടു മാനേജ് ഇറ്റ്സ് ഓൺ അഫയേഴ്സ് ആൻഡ് മാറ്റേഴ്സ് ഓഫ് റിലിജൻ. 3, ഓൺ ആൻഡ് അക്വയർ പ്രോപ്പർട്ടി. 4, ടു അഡ്മിനിസ്റ്റർ ദ പ്രോപ്പർട്ടി. ഈ റൈറ്റ്സ് കൊടുക്കുന്നു. ഇത് കൊടുക്കുന്നത് റിലീജിയസ് ഡിനോമിനേഷൻസിനാണ്, ഗ്രൂപ്പിനാണ്. അപ്പോൾ ഈ ബാക്ക്ഗ്രൗണ്ടിൽ ഈ ശബരിമല ഇത്രയും വർഷമായിട്ട് ഈ ബേസിക്കലി സുപ്രീം കോടതി വളരെ കെയർഫുള്ളായിട്ട് ഈ ക്ലർജി, ഈ പുരോഹിതരുടെ റൈറ്റ്സ് ബൈ ആൻഡ് ലാർജ് പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ട് 75-76 വർഷമായിട്ട്. അല്ലാതെ ഈ മെയിൻ റോൾ അതായിരുന്നു. പിന്നെ ഈ റിലീജിയസ് ഫ്രീഡം പ്രൊട്ടക്റ്റ് ചെയ്യുന്നു, പക്ഷേ വ്യക്തികളുടെ ഇൻട്രസ്റ്റ് വളരെ കുറവായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ട്, വളരെ അപൂർവമാണ്. അതിൽ ഏറ്റവും 2-3-4 കേസുകളേ ഉള്ളൂ. അതിലേറ്റവും പ്രമുഖമായിട്ടുള്ളൊരു കേസ് ഈ ശബരിമല സ്ത്രീ എൻട്രി കേസാണ്. അതിൽ പറഞ്ഞു, ഒരു വ്യക്തിയായിട്ടുള്ള ഒരു സ്ത്രീക്ക് 25(1) അനുസരിച്ച് ഫ്രീഡം ഓഫ് റിലിജൻ ഉണ്ട്. അവരെനിക്ക് ഇവിടെ പോകണമെന്ന് പറഞ്ഞാൽ ആ ജെൻഡറിൻ്റെ പേരിൽ അവരെ എക്സ്ക്ലൂഡ് ചെയ്യാൻ പറ്റില്ല എന്ന് അതിൽ ജസ്റ്റിസ് നാരിമാൻ, ജസ്റ്റിസ് ചന്ദ്രചൂഡ്, അതൊരു 5 ബെഞ്ച് ഡിസിഷനായിരുന്നു. 4 പേര്, ജസ്റ്റിസ് ദീപക് മിശ്ര, ജസ്റ്റിസ് ഖൻവിൽക്കർ, അവർ സപ്പോർട്ട് ചെയ്തു. ജസ്റ്റിസ് ഇന്ദു മൽഹോത്ര ഡിസെൻറ്റ് ചെയ്തു. ഇത് വളരെ ഈ ക്ലർജി ക്ലാസ്സിനെ, നമ്മുടെ ക്ലർജി, ഇറാനിൽ ക്ലർജി എന്നൊക്കെ പറയുമല്ലോ, വാസ്തവത്തിൽ നമ്മുടെ ഇവിടുത്തെ ഈ പുരോഹിതരും ക്ലർജി തന്നെയാണ്. ഈ നമ്മുടെ ഹിന്ദു ക്ലർജി ക്ലാസ്സിനെ ഭയങ്കരമായിട്ട് ഇത് ഷോക്ക് ചെയ്തു. അതായത് ഒരു തന്ത്രിയുടെ വാക്കിനെ കോൺസ്റ്റിറ്റ്യൂഷൻ ഉപയോഗിച്ച് സുപ്രീം കോടതി റിവേഴ്സ് ചെയ്തു, സ്ത്രീകൾ കയറണമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഷോക്ക് വന്നപ്പോഴത്തേക്ക് ഇവർ എന്ത് ചെയ്തു, ഇതിനെതിരെ ഡസൻ കണക്കിന് റിവ്യൂ പെറ്റീഷൻ ഫയൽ ചെയ്തു. ആ റിവ്യൂ പെറ്റീഷൻ നോക്കിയപ്പോഴത്തേക്ക് സുപ്രീം കോടതി, സാധാരണ ഞാൻ ഈ EWSനെതിരെ റിവ്യൂ പെറ്റീഷൻ ഫയൽ ചെയ്തതാണ്, അത് കോടതിയിൽ കേൾക്കാതെ ഡിസ്മിസ് ചെയ്തു. ഇത് ഈ റിവ്യൂ പെറ്റീഷൻസ് എല്ലാം കരുതി വളരെ ഡീറ്റെയിൽഡായിട്ട് ആലോചിച്ച് അത് റിവ്യൂ ചെയ്യാൻ തീരുമാനിച്ചു. അതിനൊരു ബെഞ്ച് ഉണ്ടാക്കി. ആ ബെഞ്ച് പറഞ്ഞു ഇല്ല, പക്ഷേ ഒരു 6-7, അപ്പോൾ അവരുടെ ഈ വാദിക്കുന്ന ആൾക്കാരുടെ ഉദ്ദേശം എന്താണ്, ഇത് ഇനി ഒരിക്കലും ഉണ്ടാവരുത്. ഈ പുരോഹിതൻ പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ബേസിസിൽ ഒരു കോടതിയും ഇനി ഒരിക്കലും റിവേഴ്സ് ചെയ്ത്, ലാസ്റ്റ് ടൈമായി ഇതിനെ റിവേഴ്സ് ചെയ്യണം, ഇനി ഒരിക്കലും ഇങ്ങനത്തെ ഒരു ഡിസിഷൻ, അതിനുവേണ്ടി നിയമം മാറ്റണം. അത് മാറ്റാൻ വേണ്ടി ഒരു 7 ജഡ്ജ് ബെഞ്ചുണ്ട്, ഷിറൂർ മട്ട് എന്ന് പറഞ്ഞൊരു ജഡ്ജ്മെൻ്റ് ഉണ്ട്. 54 ജഡ്ജ്മെൻറ്റാണ്, 1954 ജഡ്ജ്മെൻറ്റ്. അപ്പോൾ അത് 7 ജഡ്ജസാണ്. പിന്നെ പല 5 ജഡ്ജസ് ബെഞ്ച് ജസ്റ്റിഷ്യൻസ് ഉണ്ട്. അപ്പോൾ അതിനെ എല്ലാം റിവ്യൂ ചെയ്യാൻ വേണ്ടി ഒരു 9 അംഗ ജഡ്ജിൻ്റെ ബെഞ്ച് ഉണ്ടാക്കി. എന്നിട്ട് ഈ നിയമത്തിന് റിവൈസ് ചെയ്യണം. അപ്പോൾ ഇത് പ്രൊപ്പോസ് ചെയ്ത ആൾക്കാരുടെ ഉദ്ദേശം എന്താണ്, ഈ നിയമം ഇത് ആദ്യത്തെ പ്രാവശ്യമാണ് റിലിജനെ കുറിച്ചുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവിഷൻസിനെ റിവ്യൂ, ഈ റെഫറൻസ് വരുന്നത് ഇന്ത്യയിൽ 9 ജഡ്ജസ് നോക്കുന്നത്. അപ്പോൾ ഇവരെന്താണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്, ഇതിനെ റിവൈസ് ചെയ്തിട്ട് പൗരോഹിത്യ മേധാവിത്വം
ഒരു ഇൻ്റർപ്രിട്ടേഷൻ ഈ 9 ജഡ്ജസ് കൊടുത്താൽ പിന്നെ അതിന് ആർക്കും തൊടാൻ ഒക്കില്ല. പിന്നെ ഒരു 11 ജഡ്ജ് ബെഞ്ച് വരേണ്ടി വരും അതിനെ മറികടക്കാൻ. അതായിരുന്നു അവരുടെ ഉദ്ദേശം. ഇത് അച്ചീവ് ചെയ്യാൻ വേണ്ടി അവരൊരു സിമ്പിൾ ആർഗ്യുമെൻ്റ് മുന്നോട്ട് വെച്ചു. ഇതൊരു ഇൻഡിവിജ്വലും ഒരു ഗ്രൂപ്പും തമ്മിലുള്ള ഫൈറ്റാണ്. ഒരു സ്ത്രീ, അത് ആക്ടിവിസ്റ്റ് സ്ത്രീ, ആക്ടിവിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു അബ്യൂസ് പോലെയാണല്ലോ, ആക്ടിവിസ്റ്റ് സ്ത്രീ വരുന്നു. അവർ പിന്നെ ഈ യങ് ഇന്ത്യ ലോയേഴ്സ് അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിം അതിലുണ്ട്, ഒരു ഓഫീസ് ബെയറായിട്ട്. ഒരു നോൺ ഹിന്ദുസ് ആയിട്ടുള്ള ആൾക്കാർ ഒരു റിഫോം കൊണ്ടുവരുന്നു. അതിൽ വിശ്വാസമില്ലാത്ത സ്ത്രീകൾ വരുന്നു, അവർ റിഫോമേഴ്സാണ്, അവർക്ക് ആക്ടിവിസ്റ്റാണ്. അവർ വന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഈ ക്വസ്റ്റ്യനിലുള്ളത് ഈ ഒരു മതത്തിൽ പെടാത്ത ഒരാൾക്ക് ഒരു മതത്തിനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ ഒക്കുമോ, ഈ വിശ്വാസമുള്ളവർക്കല്ലേ ക്വസ്റ്റ്യൻ ചെയ്യാൻ ഒക്കുള്ളൂ, ഇതൊക്കെ ഇതിൽ വരുന്നു. അപ്പോൾ ഇവർ പറയുന്നത് ഈ വ്യക്തിയുടെ മതവിശ്വാസം ഒരു ഗ്രൂപ്പിൻ്റെ മതവിശ്വാസത്തിനെ മറികടക്കാൻ പറ്റില്ല എന്നുള്ളൊരു ലൈൻ ഓഫ് ആർഗ്യുമെൻ്റാണ് ഇവർ വെച്ചത്. അത് പല ജഡ്ജസും ഈ ബെഞ്ച് ഡിസിഷൻ വന്നിട്ടില്ല, അതിനെ അത് കേൾക്കുന്നു, ആ ആർഗ്യുമെൻ്റാണ് പറയുന്നത്. അപ്പോൾ ഒരു ജഡ്ജ് പറഞ്ഞു, നമ്മളൊരു ഗ്രൂപ്പിൽ ചേർന്ന് കഴിഞ്ഞാൽ, ഏത് ഗ്രൂപ്പാണെങ്കിലും റിലീജിയസ് ഗ്രൂപ്പിൽ ചേർന്ന് കഴിഞ്ഞാൽ വി ബിക്കം സബ്സ്യൂംഡ്, അതിൻ്റെ ഉള്ളിൽ നമ്മൾ പെടുന്നു. അതിൽ പിന്നെ ഇത് പാടില്ല അത് പാടില്ല എന്ന് പറയാൻ ഒക്കില്ല, എല്ലാ റൂൾസും നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. അപ്പോൾ അതിൽ തന്ത്രി പറയുന്നു സ്ത്രീകൾക്ക് കയറാൻ പാടില്ല, നൈഷ്ഠിക ബ്രഹ്മചാരിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റില്ല എന്നുള്ള ആർഗ്യുമെൻ്റാണ്. അത് ഈ ജഡ്ജും അത് പറഞ്ഞു. അപ്പോൾ ഇതിനെയാണ് ഞാൻ ചാലഞ്ച് ചെയ്യാൻ ശ്രമിച്ചത്. ഞാൻ പറഞ്ഞ പ്രശ്നം ഗ്രൂപ്പും ഇൻഡിവിജ്വലും തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് അല്ല, പ്രശ്നം മറ്റൊന്നാണ്. ഗ്രൂപ്പിന് വേണ്ടി ആര് സംസാരിക്കും, ഹൂ സ്പീക്സ് ഫോർ ദ ഗ്രൂപ്പ്, അതാണ് റിയൽ വിഷയം. ഇപ്പോൾ ഹിന്ദുവിന് വേണ്ടി പുലയ പറയ ഈഴവ പറയുന്നതാണോ ഹിന്ദു ട്രഡീഷൻ, അതോ ബ്രാഹ്മിൻ തന്ത്രി പറയുന്നത് മാത്രമാണോ ഹിന്ദു ട്രഡീഷൻ? ഇത് എന്ത് ബേസിസിൽ പറയുന്നു? എന്താണ് അവരുടെ അധികാരം? ഇവരെല്ലാവരും ഹിന്ദുക്കളാണെങ്കിൽ ഇവർക്കും ഇക്വാളിറ്റി വേണ്ട. അപ്പം ഇതിനു വേണ്ടി 19-ാം നൂറ്റാണ്ടിന് മുമ്പും 19-ാം നൂറ്റാണ്ടിൽ വളരെ ശക്തമായും ഈ ഹിന്ദു റിലിജൻ്റെ ഉള്ളിൽ റിഫോം മൂവ്മെൻറ്റ്സ് വളരെ ശക്തമായിട്ട് മുന്നോട്ട് വന്നു. ഇപ്പം നാരായണ ഗുരുവും ഈ എന്താണ് ബാബാ സാഹേബ് അംബേദ്കറും പൂലെയും അങ്ങനെ ഒരുപാട് 10, 20, 25 വലിയ ജയൻസ് വന്ന് ഈ ഹിന്ദു റിലിജൻ്റെ വർണ്ണാശ്രമ സിസ്റ്റത്തിനെ ക്വസ്റ്റ്യൻ ചെയ്തു. ആൻറ്റി കാസ്റ്റ് എന്ന് വെച്ചാൽ ആൻറ്റി വർണ്ണ മൂവ്മെൻ്റ് ആയിരുന്നു ഉണ്ടായത്. അതിൻ്റെ ഒരു ക്ലൈമാക്സ് ആയിരുന്നു 1936 ബാബാ സാഹേബ് അംബേദ്കർ അനാഹിലേഷൻ ഓഫ് കാസ്റ്റ്. ഇതെല്ലാം ക്രോഡീകരിച്ച് ഏറ്റവും പവർഫുള്ളായിട്ട് ഒരു ബുക്ക്ലെറ്റ്, ഒരു പ്രസംഗം, അനാഹിലേറ്റ് കാസ്റ്റ്, നമ്മളോടുള്ള ഒരു നമുക്ക് തന്നിരിക്കുന്ന ഒരു മാൻഡേറ്റാണ് ബാബാ സാഹേബ് അംബേദ്കർ. ഈ വർണ്ണാശ്രമ ധർമ്മത്തിനെ ഇല്ലാതാക്കണം, അതാണ് നമ്മുടെ ഏറ്റവും വലിയ റെസ്പോൺസിബിലിറ്റി. പക്ഷേ ഈ ഓളിഗാർക്കി ടേക്ക് ഓവർ ചെയ്ത പിന്നെ കാസ്റ്റിനെ അനൈലേറ്റ് ചെയ്യുന്നതിന് പകരം ആൻറ്റി കാസ്റ്റ് മൂവ്മെൻറ്റിനെ അവർ കാസ്റ്റിനെ പ്രിസേർവ് ചെയ്ത്, വർണ്ണത്തിനെ പ്രിസേർവ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് കാരണം നമുക്ക് ഈ ആരാണ് ഹൂ സ്പീക്സ് ഓൺ ബിഹാഫ് ഓഫ് എ റിലിജൻ, അത് ഡെമോക്രാറ്റിക് ആയിരിക്കണം എന്നുള്ളൊരു പെർസ്പെക്റ്റീവ് ഈ സുപ്രീം കോടതി ഇടം കൊടുത്തിട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾ ഈ റിഫോം മൂവ്മെൻറ്റ്സിന് ഇടം കൊടുക്കണം, നിങ്ങൾ ഇതിനെ സൈലൻസ് ചെയ്തിരിക്കുകയാണ് എന്നുവെച്ചാൽ അതിൽ റിലിജനെ മാറ്റേണ്ടി വരും. ഈ നോൺ റിലീജിയസ് മാത്രം ആസ്പെക്ട്സ് മാത്രമേ റിഫോം ചെയ്യാൻ ഒക്കുകയുള്ളൂ, റിലിജൻ റിഫോം ചെയ്യാൻ ഒക്കും, ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ഞാൻ പറഞ്ഞു വി വോണ്ട് ബിലീഫ്സ് ചേഞ്ച്ഡ്, വർണ്ണാശ്രമ ധർമ്മത്തിലുള്ള ബിലീഫ് ഫോർ എക്സാമ്പിൾ. അപ്പോൾ അതിൽ നമ്മൾ കാണുമ്പോൾ റിയൽ കോൺഫ്ലിക്റ്റ് ഇസ് ബിറ്റ്വീൻ ക്ലർജി, പെർട്ടിക്കുലർലി ഹിന്ദു ക്ലർജി ആൻഡ് ദി ഡിവോട്ടീസ്. ആ ഡിവോട്ടീസിൻ്റെ വോയിസിനെ സപ്രസ് ചെയ്യാണ്. അപ്പോൾ അതിൻ്റെ എക്സാമ്പിളായിട്ട് ഞാൻ ബാബാ സാഹേബ് അംബേദ്കർ 1947 മാർച്ചിൽ ഫസ്റ്റ് ഡ്രാഫ്റ്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ വരുന്നതിന് മുമ്പ് ആസ് എ മെമ്പർ ഓഫ് ദ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് സബ് കമ്മിറ്റി ഓഫ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി അദ്ദേഹം ഒരു പ്രൊപ്പോസൽ, ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ ഒരു പ്രൊപ്പോസൽ മുന്നോട്ട് വെച്ചു. വളരെ ചരിത്രപരമായിട്ടൊരു പ്രൊപ്പോസലാണ്. കെ എം മുൻഷിയും ഒരു പ്രൊപ്പോസൽ വെച്ചിരുന്നു, ഇദ്ദേഹവും വെച്ചിരുന്നു. ഇതിൽ 7 ആർട്ടിക്കിൾസ് റിലിജനെ കുറിച്ചുള്ള ആർട്ടിക്കിൾസാണ്. അതിൽ വിപ്ലവകരമായിട്ടുള്ള ഐഡിയാസാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇവർ ഇതിൽ പറയുന്നത് ഈ ക്ലർജിയുടെ റൈറ്റ് കോൺസ്റ്റിറ്റ്യൂഷനിൽ എവിടെയുണ്ട്? അപ്പോൾ അവർ പറയുന്നത്
ക്ലർജി ഒരു വ്യക്തി ഒരു പുരോഹിതൻ തന്ത്രി ഒരു വ്യക്തി ആയതുകൊണ്ട് അയാൾക്ക് 25 റൈറ്റ് ഉണ്ട്, ഫ്രീഡം ഓഫ് റിലിജൻ. അത് ആണ് ഉപയോഗിക്കുന്നത്. പക്ഷേ ഈ റിലീജിയസ് ഗ്രൂപ്പിന് റൈറ്റ് കൊടുത്തിട്ടില്ല കോൺസ്റ്റിറ്റ്യൂഷൻ. പക്ഷേ അത് ഇങ്ങനെ ഇൻ്റർപ്രറ്റ് ചെയ്തിട്ട് തന്ത്രിയുടെ റൈറ്റ് ആണ് ഗ്രൂപ്പിൻ്റെ റൈറ്റ് എന്നും പറഞ്ഞാൽ ഈ ഗ്രൂപ്പിനും റൈറ്റ് കൊടുക്കുന്നു. രണ്ടാമത് അവർ പറയുന്നു ഈ മാനേജ് ഓൾ അഫയേഴ്സ് ഇൻ മാറ്റേഴ്സ് ഓഫ് റിലിജൻ എന്ന് വെച്ചാൽ ഇതൊരു മാറ്റർ ഓഫ് റിലിജൻ ആണെന്ന് ആ മെമ്പേഴ്സ് ഓഫ് ദ കമ്മ്യൂണിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ, ആ മെമ്പേഴ്സ് ഓഫ് ദ കമ്മ്യൂണിറ്റി എന്ന് വെച്ചാൽ അതില്ലാത്ത അവർ ക്ലർജി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് ചോദ്യം ചെയ്യാൻ ഒക്കില്ല കോൺസ്റ്റിറ്റ്യൂഷൻ. ബിക്കോസ് അവർക്ക് ടോട്ടൽ ഫ്രീഡമാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഫ്രീഡം ഓഫ് റിലിജൻ ഇസ് സബ്ജക്റ്റ് ടു പബ്ലിക് ഓർഡർ, morality, health and other provisions of the constitution. ഈ 26 subject only to public order, morality and health, not other provisions of the constitution. അപ്പോൾ റിലീജിയസ് ഡിനോമിനേഷൻ്റെ റൈറ്റ്, ഇത് ഒരു റിലീജിയസ് മാറ്റർ ആണെന്ന് ഒരു തന്ത്രി പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ ഒക്കില്ല. റിലീജിയസ് മാറ്റർ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ബാധകമല്ല. ഇതാണ് വാദം. അപ്പോൾ ഈ ശബരിമലയിൽ ഈ ആർഗ്യുമെൻ്റ് വെച്ചപ്പോൾ അത് വിഫലമായത് റിലീജിയസ് ഡിനോമിനേഷൻ എന്താണ്. അപ്പോൾ ഈ ശിരൂർ മഠത്തിൽ 54 സുപ്രീം കോടതി ഒരു നാരോ ഡെഫിനേഷൻ കൊടുത്തിട്ട് പറഞ്ഞു റിലീജിയസ് ഡിനോമിനേഷൻ എന്ന് വെച്ചാൽ സെപ്പറേറ്റ് നെയിം, സെപ്പറേറ്റ് ഫെയ്ത്ത് ആൻഡ് സെപ്പറേറ്റ് ഓർഗനൈസേഷനുള്ള ഒരു ഗ്രൂപ്പാണ് ഒരു റിലീജിയസ് ഡിനോമിനേഷൻ. അപ്പോൾ ശബരിമല കേസിൽ ചന്ദ്രചൂഡും നാരിമാനും ഒക്കെ പറഞ്ഞു, അവർ 4 ജഡ്ജസും അഗ്രി ചെയ്തു, ശബരിമലയ്ക്ക് ഒരു സ്പെഷ്യൽ ഗ്രൂപ്പ് ഉണ്ടാക്കിയ അമ്പലമല്ല, ഒരു സ്പെഷ്യൽ ഫെയ്ത്ത് അവർക്കില്ല, ജനറൽ ഫെയ്ത്താണ്, ഹിന്ദു ഫെയ്ത്തേ ഉള്ളൂ, സ്പെഷ്യൽ ഓർഗനൈസേഷൻ ഇല്ല, അതുകൊണ്ട് അവർ റിലീജിയസ് ഡിനോമിനേഷൻ അല്ല. അതുകൊണ്ട് ഈ റൈറ്റ് ടു മാനേജ് യുവർ ഓൺ അഫയേഴ്സ് ഇൻക്ലൂഡിങ് എക്സ്ക്ലൂഡിങ് വിമൻ നിങ്ങൾക്കില്ല, ബിക്കോസ് യു ആർ നോട്ട് എ റിലീജിയസ് ഡിനോമിനേഷൻ എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിനെ റിവേഴ്സ് ചെയ്യാൻ വേണ്ടി ഇവർ വാദിക്കുന്നത് എന്താണ്, ഈ എല്ലാ അമ്പലങ്ങളും ഡിനോമിനേഷൻസാണ്. അപ്പോൾ നമ്മുടെ ഇവിടെ വെള്ളയമ്പലത്തിലുള്ള ആൽ വൃക്ഷത്തിൻ്റെ അടിയിലുള്ള അമ്പലം, അത് ഞാനൊക്കെ കുട്ടിയായിരുന്നപ്പോൾ അവിടെ ഒരു എന്തോ കൊണ്ട് വെച്ച് പൂജ ചെയ്ത് ഇപ്പോൾ ഒരു ചെറിയൊരു അമ്പലമായി മാറിയിരിക്കുകയാണ്. ആ അമ്പലത്തിൽ ഒരു തന്ത്രിയുണ്ട്. ആ തന്ത്രി പറയുന്നു അതൊരു റിലീജിയസ് ഡിനോമിനേഷനാണ് അമ്പലം. ആ തന്ത്രി പറയുന്നു ഇവിടെ സുദേശ് എന്ന് പേരുള്ള ആരും കയറാൻ പാടില്ല. എന്ന് വെച്ചാൽ ഈ ദൈവത്തിന് സുദേശ് എന്ന് പറഞ്ഞ പേര് പണ്ടേ പ്രശ്നമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കോടതിയിലോ നമുക്ക് പോകാനൊക്കില്ല, ബിക്കോസ് കോൺസ്റ്റിറ്റ്യൂഷൻ ബാധകമല്ല ഇദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. അപ്പം ഞാൻ കോടതിയിൽ ഞാൻ പറഞ്ഞു ദേ ആർ ട്രൈങ് ടു സെസീഡ് ഫ്രം ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഈ റിലിജൻ വിൽ സെസീഡ് ഫ്രം ദ കോൺസ്റ്റിറ്റ്യൂഷൻ, പിന്മാറുകയാണ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നും. കോൺസ്റ്റിറ്റ്യൂഷൻ ബാധകമല്ല, നിയമബാധകമല്ല. അപ്പം ഞാനൊരു തന്ത്രിയായി കഴിഞ്ഞ് എനിക്ക് എന്തും റിലീജിയസ് ആണെന്ന് പറയാം. ഞാൻ റിലീജിയസ് ആണെന്ന് പറയുന്നത് പിന്നെ നിയമവും കോൺസ്റ്റിറ്റ്യൂഷൻ ഒന്നും ബാധകമല്ല. പിന്നെ എന്താണ് ഇത് ആൻറ്റി അപ്പം ഞാൻ പറഞ്ഞു വാട്ട് യു ആർ ഡൂയിങ് ഇസ് ഈ ക്ലർജിയെ പവർഫുൾ ആക്കിയിട്ട് ദൈവവിശ്വാസത്തിനെ മാറ്റിയിട്ട് ഈ പുരോഹിതനിലുള്ള വിശ്വാസം ഈസ് റീപ്ലേസിങ് ദൈവവിശ്വാസം. ഫെയ്ത്ത് ഇൻ ഗോഡ് ഈസ് ബീങ് റീപ്ലേസ്ഡ് ബൈ ഫെയ്ത്ത് ഇൻ ക്ലർജി. അതാണ് ഇവർ പറയുന്നത്. ഞാൻ പറഞ്ഞു ദിസ് ഇസ് നോട്ട് അക്സെപ്റ്റബിൾ. ഇത് കോൺസ്റ്റിറ്റ്യൂഷൻ ഹാസ് ടു ബി സുപ്രീം. കോൺസ്റ്റിറ്റ്യൂഷൻ എല്ലായിടത്തും ബാധകമാണ്. ഞങ്ങളുടെ റിഫോം മൂവ്മെൻറ്റ്സ് ഡിമാൻഡ് ചെയ്യുന്നത് റിലിജൻ മസ്റ്റ് ബി ഓൾട്ടേർഡ് എന്നാണ്, അല്ലാതെ ഇവർ റിലീജിയസ് പ്രാക്ടീസസ് ഷുഡ് നോട്ട് ബി ഓൾട്ടേർഡ് എന്ന് പറയുന്നത് ശരിയല്ല. പിന്നെ ഫ്രീഡം ഓഫ് മാനേജ്മെൻറ്റ് അതിനെ എന്തുമാത്രം എക്സ്പാൻഡ് ചെയ്ത് ഇങ്ങനെ ടോട്ടൽ ഫ്രീഡം ഓഫ് റിലിജൻ ഓഫ് ഫെയ്ത്തിന് ഓവർ ഐഡിയയാണ്. അപ്പോൾ ഇതാണ് ഇഷ്യൂ. അപ്പോൾ ഇവർ ഞാൻ പറഞ്ഞു ഗവൺമെൻറ്റിൻ്റെ ആർഗ്യുമെൻ്റ് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇതൊരു അമ്പലമാണ്. ഇപ്പോൾ ഈ സ്റ്റുഡിയോ ഒരു അമ്പലമാണ് നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നു, ഇതിനെ വർഷിപ്പ് ചെയ്യുന്നു, പുരോഹിതൻ മിസ്റ്റർ സുദേശാണെന്ന് പറയുന്നു. പിന്നെ എന്തും ചെയ്യാം. ഇതിന് എന്താണ് റിലിജൻ, എന്താണ് റിലീജിയസ് ഡിനോമിനേഷൻ എന്ന് ഒരു ഡെഫിനേഷനും ഇല്ല. സ്വയം ഡിക്ലെയർ ചെയ്യുക. അപ്പം എന്നിട്ട് അരാജകത്വമല്ലേ ഉണ്ടാവാൻ പോകുന്നത്. അപ്പം പക്ഷേ ഈ പോകുന്ന പോക്ക് ഈ ഡയറക്ഷനിലാണ് പോകുന്നത്. എന്ന് വെച്ചാൽ ഈ ഞാൻ പറയുന്നത് ഇവർക്ക് കോൺഷ്യസ് ആയിട്ട് ജഡ്ജസിനോ ലോയേഴ്സിനോ ഒന്നും ഒരു പ്രെജുഡിസ് ഉണ്ട് എന്ന് നമുക്ക് പറയേണ്ട ആവശ്യമില്ല. പക്ഷെ അവർക്ക് ചില വിശ്വാസങ്ങളുണ്ട്. ഈ വർണ്ണാശ്രമ ധർമ്മം എന്ന് പറയുന്ന സിസ്റ്റത്തിൽ വിശ്വസിച്ചാൽ നെസസറിലി ഈ 4 കാസ്റ്റിൽപ്പെട്ടവർ 4 വർണ്ണങ്ങളിൽപ്പെട്ടവർ മാത്രമാണ് ഹ്യൂമൻ ബീങ്സ്. ബാക്കിയുള്ളവർ ഹ്യൂമൻ ബീങ്സ് അല്ല. അവർക്ക് ജീവൻ പോലും ഇല്ലാത്ത മൃതവസ്തുക്കളാണ് എന്നൊക്കെയുള്ള വിശ്വാസം അതിൻ്റെ ഭാഗമല്ലേ. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ അങ്ങനത്തെ ആൾക്കാർക്ക് എങ്ങനെ അധികാരം കൊടുക്കുന്നത്?
എങ്ങനെയാണ് നമ്മൾ സമത്വം കൊടുക്കുന്നത്, എങ്ങനെയാണ് അവർക്കൊരു ഭരണ പങ്കാളിത്തം കൊടുക്കുന്നത്. അപ്പോൾ ഈ വർണ്ണാശ്രമധർമ്മത്തിൻ്റെ ഫൗണ്ടേഷൻ എന്ന് വെച്ചാൽ അൺഈക്വൽ ഹ്യൂമാനിറ്റി, മനുഷ്യത്വത്തിൽ സമത്വമില്ല, അൺഈക്വൽ സിറ്റിസൺഷിപ്പ്, പൗരത്വത്തിൽ സമത്വമില്ല, അൺഈക്വൽ റെപ്രസെൻറ്റേഷൻ ആൻഡ് ഷെയർ ഓഫ് പവർ, ഭരണാധികാരത്തിൽ സമത്വമില്ല. ഇതാണ് വർണ്ണാശ്രമധർമ്മത്തിൻ്റെ ഫൗണ്ടേഷൻ. വർണ്ണാശ്രമധർമ്മം എന്ന് വെച്ചാൽ റിലീജിയസ് സിസ്റ്റം അല്ല, ഒരു സിസ്റ്റം ഓഫ് ഗവൺമെൻറ് ആണ്. ഓരോ ആൾക്കാരുടെ റൈറ്റ്സ് എടുത്തു കളയുന്ന സിസ്റ്റമാണ്. അതുകൊണ്ടാണ് അൺഈക്വൽ സിറ്റിസൺഷിപ്പ്, അൺഈക്വൽ ഹ്യൂമാനിറ്റി, അൺഈക്വൽ ഷെയർ ഓഫ് പവർ എന്ന് പറയുന്നത്. കോൺസ്റ്റിറ്റ്യൂഷൻ അതിൻ്റെ നേരെ വിപരീതമാണ്. എല്ലാവർക്കും ഈക്വൽ സിറ്റിസൺഷിപ്പ്, ഈക്വൽ ഹ്യൂമാനിറ്റി, ഈക്വൽ റെപ്രസെൻറ്റേഷൻ കൊടുക്കുന്നു. ഇത് രണ്ടും കൂടെ ഒരിക്കലും പൊരുത്തപ്പെട്ടു പോകില്ല. ഈ വർണ്ണാശ്രമധർമ്മം എന്ന് പറയുന്നത് ഗോൾവൽക്കറിൻ്റെ വിഷനാണ്. ഈ കോൺസ്റ്റിറ്റ്യൂഷനുള്ളത് ബാബാ സാഹേബ് അംബേദ്കറിൻ്റെ വിഷനാണ്. ഇത് വേൾഡ് കപ്പൊക്കെ നടക്കുന്നതുകൊണ്ട് നമുക്ക് പറയാം ഇതിപ്പോൾ ഇന്ത്യയിലുള്ള കോൺഫ്ലിക്റ്റ് ഒരു ഫൈനൽ സ്റ്റേജിലെത്തിയിരിക്കുകയാണ്. ഗോൾവൽക്കർ വേഴ്സസ് അംബേദ്കർ. ഗോൾവൽക്കറിൻ്റെ വിഷൻ നമ്മൾ അക്സെപ്റ്റ് ചെയ്താൽ ഇന്ത്യ തകർന്ന് തരിപ്പണമാകും. തീർച്ചയായിട്ടും. ബാബാ സാഹേബ് അംബേദ്കറിൻ്റെ വിഷൻ നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് ഈ രാജ്യത്ത് ജനിക്കുന്ന എല്ലാവർക്കും ജാതി മത ഭേദമില്ലാതെ ഈക്വൽ ഹ്യൂമാനിറ്റി ഉണ്ട്, ഈക്വൽ സിറ്റിസൺഷിപ്പ് ഉണ്ട്, ഈക്വൽ ഷെയർ ഓഫ് പവറിനുള്ള റൈറ്റ് ഉണ്ട് എന്ന് അക്സെപ്റ്റ് ചെയ്താൽ ഇന്ത്യക്ക് വളരെ നല്ലൊരു ഫ്യൂച്ചറുണ്ട്. അല്ലെങ്കിൽ നമ്മൾ വീണ്ടും ഗുരു പറഞ്ഞതുപോലെ പോയതെല്ലാം തിരിച്ചു വരും. അല്ല സാറ് തന്നെ അത് മാതൃഭൂമി ആയിട്ടുള്ള അഭിമുഖത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ടല്ലോ, ഒരു തിയോക്രാറ്റിക് ജഡ്ജ്മെന്റും കോൺസ്റ്റിറ്റ്യൂഷനിസ്റ്റ് ജഡ്ജ്മെന്റിനെ സംബന്ധിച്ച് വ്യത്യാസം ചൂണ്ടിക്കാണിച്ച് സാർ അവതരിപ്പിച്ചിട്ടുണ്ട്. അത് ഇന്ത്യൻ ഭരണഘടന എടുക്ക് എന്താണോ ലക്ഷ്യമാക്കുന്നത് അതിന് വിപരീതമായ രീതിയിലുള്ള ഒരു ഹിന്ദുത്വ രാഷ്ട്രം ഉണ്ടാക്കുന്നതിൽ അറിഞ്ഞോ അറിയാതെയോ ജുഡീഷ്യറിയുടെ ഒരു പങ്ക് വിമർശന വിധേയമാക്കിയിട്ടുണ്ട്. വളരെ ഇപ്പം ഇവർ സക്സീഡ് ചെയ്താൽ, ഗവൺമെൻറ് ആർഗ്യുമെൻറ്റ് സക്സീഡ് ചെയ്താൽ, ഈ ഡയാർക്കി നമുക്ക് പണ്ടുണ്ടായിരുന്നല്ലോ, ബ്രിട്ടീഷുകാരുണ്ടായിരുന്നപ്പോൾ ഡയാർക്കി, അതായത് രണ്ട് ടൈപ്പ് ഓഫ് റൂൾ, ചിലത് ബ്രിട്ടീഷുകാരുടെ കയ്യിലും ചിലത് ഇന്ത്യൻസിൻ്റെ കയ്യിലും, അതുപോലെ ഒരു ഡയാർക്കി നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാകും. അപ്പോൾ ഒരു സെക്യുലർ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഉള്ളിൽ ഒരു തിയോക്രാറ്റിക്, ഒരു തിയോക്രസിയെ ഇംപ്ലാന്റ് ചെയ്യണം. അതാണ്. അപ്പം അത് ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ ട്രോജൻ ഹോഴ്സിനെ പോലെ ആ സെക്യുലർ റിപ്പബ്ലിക്കിനെ തകർത്ത് കളയും. അപ്പോൾ എന്ന് വെച്ചാൽ ഈ പ്രീസ്റ്റിൻ്റെ കൺട്രോളിലുള്ള, അപ്പോൾ പ്രീസ്റ്റ് പറയുന്നത് റിലീജിയസ് ആണെന്ന് പറയുന്നതിൻ്റെ കംപ്ലീറ്റ് കൺട്രോൾ അവരുടെ കയ്യിൽ പോയി കഴിഞ്ഞാൽ പിന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ ഔസ്റ്റ് ചെയ്തില്ലേ. പിന്നെ ഇവർ പറയുന്നത് എന്താണ്, ഇതേ സമയത്ത് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് ഒരു മോസ്ക് ഒരു എസെൻഷ്യൽ പാർട്ട് ഓഫ് റിലീജിയൻ അല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. എവിടെ വേണമെങ്കിലും വർഷിപ്പ് ചെയ്യാം. അതുകൊണ്ട് ഈ അമ്പലമാണെങ്കിൽ പ്രീസ്റ്റ് റിലീജിയസ് ആണെന്ന് പറഞ്ഞാൽ അവിടെ കയറാൻ പാടില്ല, അതിനെ മാറ്റാൻ പാടില്ല, തൊടാൻ പാടില്ല. മുസ്ലിമിനാണെങ്കിൽ മോസ്ക് ഇസ് നോട്ട് എൻ എസെൻഷ്യൽ പ്രാക്ടീസ് പാർട്ട് ഓഫ് റിലിജൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ വ്യാഖ്യാനത്തിലൂടെ അവസാനം ഈ ന്യൂനപക്ഷങ്ങളുടെ റൈറ്റ്സും കുറച്ച് ഈ വർണ്ണാശ്രമധർമ്മത്തിൻ്റെ ഈ ബ്രാഹ്മണിക്കൽ ഒരു ഐഡിയോളജിയാണ് തിരിച്ചു വരാൻ പോകുന്നത് ഇത് ഈ മുന്നോട്ട് പോയില്ലെങ്കിൽ. അപ്പോൾ നമ്മൾ ഈ ജഡ്മെൻറ്റ് അനുസരിച്ചാണ് ഇനി റെഫറൻസ് റിവ്യൂ ഡിസൈഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ശ്രീനാരായണ മാനധർമ്മ കൂട്ടായ്മയാണ് ഇതിൽ മിസ്റ്റർ സുദേശാൻ്റെ ജനറൽ സെക്രട്ടറിയാണ്, മിസ്റ്റർ വി.ആർ. ജോഷി പ്രസിഡൻ്റാണ്. അപ്പോൾ ഈ സംഘടനയാണ് ഇതിൽ ഇൻ്റർവ്യൂ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഫൈറ്റ് കണ്ടിന്യൂ ചെയ്യേണ്ടി വരും. നമ്മൾ ഫൈറ്റ് ചെയ്യുന്നത് സെക്യുലറിസത്തിന് വേണ്ടിയും ഈ എല്ലാവരുടെയും തുല്യ അവകാശങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ ഫൈറ്റ് ചെയ്യുന്നത്. അതിനാണ് ഗുരു നിന്നത്, നമ്മൾ അതിനു വേണ്ടി ഫൈറ്റ് ചെയ്യുന്നത്. അപ്പം തന്നെ സാറ് എൻ്റെ അവസാനത്തെ ഒരു ചോദ്യം എന്ന് പറയുന്നത്, സാർ അവസാനം ഈ വഖഫ് കേസിലും സാറ് നമ്മുടെ ഈ സംഘടനയുടെ പേരിൽ ഇടപെടുകയുണ്ടായി. അതിന് വലിയ വിമർശനവും വരികയുണ്ടായി. കാരണം ഒരു വഖഫ് കേസിൽ എന്തിനാണ് ഒരു ശ്രീനാരായണ സംഘടനയുടെ ആവശ്യം, അവരുടെ പ്രസക്തി എന്ത് എന്ന രീതിയിലുള്ള വിമർശനം കേരളത്തിൽ നിന്ന് ശക്തമായിട്ട് വരികയുണ്ടായി. ഡൽഹിയിലും ഉണ്ടായി. അപ്പൊ എന്തിനാണ് പുറയിൽ മുസ്ലിം ശക്തികൾ? അതെ പൊതുവിൽ ആരോപിക്കപ്പെടുന്നത് അങ്ങനെയാണ്. അല്ല, നമുക്ക് നല്ലോണം അറിയാം ഇതിൽ യാതൊരു നമ്മളുടെ ഈ കൂട്ടായ്മയിലുള്ള ആൾക്കാരുടെ അല്ലാതെ യാതൊരു ഇൻവോൾവ്മെന്റ് ആരുടെയും ഇല്ല എന്ന് നല്ലോണം അറിയാം. തീർച്ചയായിട്ടും. അതെ. അപ്പൊ എന്തായിരുന്നു സാർ അതിൽ വഖഫ് കേസിൽ വഖഫ് കേസ് ഇതുപോലെ വളരെ വളരെ നിർണായകമായിട്ടുള്ള അമെൻമെന്റിനെയാണ് ചാലഞ്ച് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ഇത്ര നിർണായകമായത്? അപ്പോൾ വഖഫ് എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. പ്രോഫിറ്റ് സ്വയം ഉണ്ടാക്കിയ ഒരു മെക്കാനിസമാണ്.
ആ മെക്കാനിസം ലോകത്ത് മറ്റൊരു റിലിജനും ഇങ്ങനത്തെ ഒരു മനോഹരമായിട്ടുള്ളൊരു മെക്കാനിസം ഉണ്ടാക്കിയിട്ടില്ല. അപ്പം അവർ പറയുന്നത് പ്രോഫറ്റിൻ്റെ സൺ ഇൻ ലോ വന്ന് പറഞ്ഞു എനിക്ക് പ്രോപ്പർട്ടി ഉണ്ട് എന്ത് ചെയ്യണം എന്ന് ചോദിച്ചപ്പോൾ പ്രോഫറ്റ് അഡ്വൈസ് ചെയ്തതാണ്. അതായത് ഒരു പ്രോപ്പർട്ടിയെ അതിനെ പെർമനൻ്റ്ലി യൂസ് ഇറ്റ്, അതിൻ്റെ അന്തസ്സത്ത് എന്ന് വെച്ചാൽ പെർമനൻ്റ്ലി യൂസ് ദ പ്രോപ്പർട്ടി ഫോർ ദ പബ്ലിക് ഗുഡ്. യെസ് യെസ്. അത് റിലിജന് വേണ്ടിയോ മാത്രമല്ല, പാവപ്പെട്ടവർക്ക് വേണ്ടി, അതിൻ്റെ ആവശ്യമുള്ളവർക്ക് വേണ്ടി, പബ്ലിക് ഗുഡിന് വേണ്ടി പെർമനൻ്റ്ലി അത് യൂസ് ചെയ്യണം എന്ന് പറഞ്ഞു. അത് ചെയ്യാൻ വേണ്ടി അതിനെ, ആ പ്രോപ്പർട്ടിയെ ദൈവത്തിന് ഡെഡിക്കേറ്റ് ചെയ്യണം. അത് ഇറിവോക്കബിൾ ആയിരിക്കണം. അതുകൊണ്ടാണ് ദൈവത്തിന് കൊടുക്കണം എന്ന് പറഞ്ഞത്. ദൈവത്തിന് നമുക്ക് പിന്നെ ട്രാൻസ്ഫർ ചെയ്യാൻ നോക്കില്ലല്ലോ. എസ്പെഷ്യലി ഇസ്ലാമിൽ ദൈവം ഒരു ആബ്സ്ട്രാക്ട് കോൺസെപ്റ്റ് ആയതുകൊണ്ട് ദൈവത്തിന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളൊരു അനന്തതയിലേക്ക് കൊടുക്കുകയാണ്, പിന്നെ അതിന് വിഡ്രോ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് ചെയ്തിട്ട്, പക്ഷേ ആ പ്രോപ്പർട്ടി വെറുതെ കിടക്കണമെന്നല്ല, അതിനെ കമേഴ്ഷ്യലി യൂസ് ചെയ്യണം, യൂസ് ചെയ്ത് ഇൻകം ജനറേറ്റ് ചെയ്യണം. ആ ഇൻകം മസ്റ്റ് ബി യൂസ്ഡ് ഫോർ ദി കോമൺ ഗുഡ് എന്നാണ്. അപ്പോൾ പ്രോപ്പർട്ടി മസ്റ്റ് ബി മെയിൻറ്റെയിൻ ആൻഡ് പെർപെച്വൽ ഇൻകം മസ്റ്റ് ബി ജനറേറ്റഡ്. അത് പിന്നെ ഏറ്റവും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളത്, ഇതിനെ പ്രോഫറ്റ് അവതരിപ്പിച്ച ഒരു ആക്ട് ഓഫ് വേർഷിപ്പ് ടു ഗോഡ് ആയിട്ടാണ്. ഇത് വെറും ഒരു ചാരിറ്റി അല്ല. ഇത് ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് എൻ ആക്ട് ഓഫ് വേർഷിപ്പ് ടു ഗോഡ് ഫോർ എ മുസ്ലിം. അപ്പോൾ ഈ വേർഷിപ്പ് ഓഫ് ഗോഡ് ഇൻ ദ പബ്ലിക് ഗുഡ്, ഇത് രണ്ടും കൂടെ, ഇങ്ങനത്തെ ഒരു മെക്കാനിസം എൻ്റെ അറിവിൽ വേറെ ഒരു റിലിജനിലും ഇല്ല. വേർഷിപ്പ് ബൈ ഹെൽപ്പിംഗ് അതേഴ്സ് എന്നുള്ളൊരു കോൺസെപ്റ്റാണ്. അപ്പോൾ ഇതിനെ ഈ വഖഫ് അമെൻമെൻറ്റ് ഇതിനെ ആകെപ്പാടെ അബോളിഷ് ചെയ്യാണ് ബേസിക്കലി. എന്നിട്ടൊരു ഇന്ത്യൻ സ്റ്റേറ്റ് എൻജിനീയർഡ് മെക്കാനിസം കൊണ്ടുവരുന്നു. അതിൽ നോൺ മുസ്ലിംസ് ഉണ്ട്. അതിൽ ഒരു നോൺ മുസ്ലിം വന്നു കഴിഞ്ഞാൽ ഈ മെക്കാനിസത്തിനെ, റിലീജിയസ് മെക്കാനിസത്തിനെ തന്നെ കാണുന്നത് ഒരു ബിലീവറായിട്ടല്ലല്ലോ. അപ്പോൾ എന്താണ് വാട്ട് ഈസ് ദ റോൾ? ഇവിടെ പറയുന്നു ഒരു തന്ത്രി ഇത് റിലീജിയസ് അഫെയർ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷന് പോലും ഇന്റർഫിയർ ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത്. അവിടെ പറയുന്നത് ഇതൊരു ആക്ട് ഓഫ് റിലിജിയനാണ്, റിലീജിയസ് ആക്ടാണ്, ഡെഡിക്കേഷൻ ടു വഖഫ് ആൻഡ് യൂസ് ഓഫ് വഖഫ്. അതിൻ്റെ ഉള്ളിൽ നോൺ മുസ്ലിംസ് മസ്റ്റ് ബി ദെയർ എന്ന് പറയുന്നു. അപ്പോൾ ഈ ഹിന്ദു ടെമ്പിൾസിലെ സാങ്ക്ടം സാങ്ക്ടോറത്തിൽ പൂജ ചെയ്യുമ്പോൾ നോൺ ഹിന്ദുസ് മസ്റ്റ് ബി ദെയർ എന്ന് പറയുന്നതിൻ്റെ ഒരു ഇക്വലൻ്റ് ആണ്. ബിക്കോസ് അവിടെ വേർഷിപ്പ് നടക്കുകയല്ലേ. ആ വേർഷിപ്പ് നടക്കുമ്പോൾ ഹിന്ദു അല്ലാത്തവർ മാത്രം ഉണ്ടാകണം ഒരു നിയമം നമ്മൾ ഉണ്ടാക്കിയാൽ അത് സമ്മതിക്കുമോ ഇവർ? അപ്പോൾ അതിൻ്റെ ഇക്വലൻ്റ് ആണ്. അപ്പോൾ അത് ഹോൾ ആക്ട് മസ്റ്റ് ബി സ്ട്രക്ക് ഡൗൺ ആസ് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ, വയലേറ്റിംഗ് ആർട്ടിക്കിൾ 25 ആൻഡ് വേരിയസ് അതർ പ്രൊവിഷൻസ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ ഈ ഒരു ആംഗിളാണ് നമ്മൾ പറയുന്നത്. ബിക്കോസ് ഈ ആളുകളുടെ ഈ 25(1) റൈറ്റ്, ദേ ഹാവ് ദ ഫ്രീഡം. ഇത് ആർക്കാണ് ഒരു ഹാം വരുന്നത് അല്ലേ? ഒരാൾ അയാളുടെ സ്വന്തം പ്രോപ്പർട്ടി എടുത്ത്, അപ്പോൾ ഇതിൽ വേറൊരു ജീനിയസ് ആയിട്ടുള്ള ഒരു ഐഡിയ ഉള്ളത്, ഈ പ്രോപ്പർട്ടി പബ്ലിക് ഗുഡിന് മാത്രമല്ല, ഈ ഡെഡിക്കേറ്റ് ചെയ്യുന്ന ആളിന് ആവശ്യമുണ്ടെങ്കിൽ ഉപയോഗിക്കാമെന്ന് പ്രോഫറ്റ് പറഞ്ഞു. അപ്പം ഞാൻ എൻ്റെ പ്രോപ്പർട്ടി കൊടുത്ത് പിന്നെ എൻ്റെ സിറ്റുവേഷൻ മാറി ഞാൻ വഴിയാധാരമായി പോകുമ്പോൾ എനിക്ക് പ്രോപ്പർട്ടി എനിക്ക് നഷ്ടപ്പെട്ടു പോയല്ലോ എന്ന് റിഗ്രറ്റ് വരരുത്. അപ്പോൾ എൻ്റെ ആവശ്യത്തിനും എനിക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇങ്ങനത്തെ അതും ഒരു ആക്ട് ഓഫ് വേർഷിപ്പിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ്. അപ്പോൾ ഇങ്ങനത്തെ ഈ സ്കീമിലൂടെയാണ് ഇത്രയും വർഷങ്ങളായി ഇസ്ലാമിക് ലോകത്തിൽ സയൻറ്റിഫിക് അഡ്വാൻസ്മെൻറ്റും യൂണിവേഴ്സിറ്റീസും ഒരുപാട് ഹ്യൂമാനിറ്റിയെ ബെനിഫിറ്റ് ചെയ്ത വലിയ പ്രോഗ്രാംസ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് ഈ വഖഫ് മെക്കാനിസത്തിലൂടെ. ഈ ലോകത്തിലുള്ള ഏറ്റവും ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു മെക്കാനിസമാണ്. അപ്പോൾ ഇതിനെ നമ്മൾ പ്രിസർവ് ചെയ്യണം. ഇതിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങളെ പരിഹരിക്കണം. അബ്യൂസ് ഉണ്ടെങ്കിൽ അബ്യൂസിനെ ടാക്കിൾ ചെയ്യാൻ റെഗുലർ എക്സിസ്റ്റിംഗ് ലോസ് ആർ ഇനഫ്. ക്രിമിനൽ ലോ, സിവിൽ ലോ ഉപയോഗിച്ച് നമുക്ക് അതിനെ ടാക്കിൾ ചെയ്യാനേ ഒക്കുള്ളൂ. അപ്പോൾ ഇതൊരു വയലേഷൻ ഓഫ് ദ റൈറ്റ് ടു റിലിജൻ ആണെന്നുള്ളൊരു പോയിന്റ് ഓഫ് വ്യൂ ശക്തമായി മുന്നോട്ട് വയ്ക്കാൻ ആണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. ഇത് സ്റ്റേക്ക് എതിരെ ആർഗ്യൂ ചെയ്യുന്ന സമയത്ത് ഈ ആർഗ്യുമെൻ്റ് ഞാൻ മുന്നോട്ട് വെച്ചു. ഈ ലോയേഴ്സ് അടുത്ത് സംസാരിച്ചു. പക്ഷെ അവരെനിക്ക് സമയം തന്നില്ല വാദിക്കാൻ. അവർ തന്നെ പറഞ്ഞു ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആർഗ്യുമെൻറ്റ്, ഇതാണ് മുന്നോട്ട് വെക്കേണ്ടത്. പക്ഷേ അവർക്ക് ആർഗ്യൂ ചെയ്യണം. ഇത് ആർഗ്യുമെൻറ്റ് അവർ വെച്ചതുമില്ല, എനിക്ക് വാദിക്കാൻ സമയം തന്നില്ല. അങ്ങനെ സ്റ്റേ കിട്ടിയില്ല. ഈ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ പറഞ്ഞു എന്തെങ്കിലും ഒരു വലിയൊരു ഇഷ്യൂ വേണം ഈ സ്റ്റേ ചെയ്യണമെങ്കിൽ, ഒരു ആക്ടിന് സ്റ്റേ ചെയ്യണമെങ്കിൽ. ഇപ്പം ഫാർ മാക്സ് സ്റ്റേ ചെയ്തല്ലോ, അപ്പോൾ അതുപോലെ വലിയൊരു ഇഷ്യൂ വേണം. ഞാൻ പറഞ്ഞു ഇതൊരു വലിയ ഇഷ്യൂ ആണ്. ഒരു റിലിജൻ്റെ
ഒരു ആക്ട് ഓഫ് വേർഷിപ്പിനെ അബോളിഷ് ചെയ്യാൻ ആദ്യമായിട്ട് ഈ ഇന്ത്യൻ പാർലമെന്റ് അതെ, അതിനെ സ്റ്റേ ചെയ്തേ പറ്റൂ. തീർച്ചയായിട്ടും. പക്ഷെ ആർഗ്യുമെന്റ് മുന്നോട്ട് വെച്ചില്ല. നമ്മൾ റൈറ്റിങ്ങിൽ കൊടുത്തു, പക്ഷെ മുന്നോട്ട് വെക്കാൻ അവസരം തന്നില്ല. അപ്പം ഞാൻ കാണുന്നത് ഈ കോടതിയിൽ 3-4-5 സീനിയർ ലോയേഴ്സ് ഉണ്ട്. അവർ ലിമിറ്റഡ് സമയമുള്ളപ്പോൾ അവർ അതിനെ ഡോമിനേറ്റ് ചെയ്യാണ്. ഇപ്പം ഇനിയിപ്പോൾ മെയിൻ ആർഗ്യുമെന്റ് ടേക്കപ്പ് ചെയ്യുമ്പോൾ നമ്മളിത് മുന്നോട്ട് വെക്കും. പക്ഷെ അത് ടേക്കപ്പ് ചെയ്യുമോ, എപ്പോൾ ചെയ്യും എന്ന് അറിയില്ല. പിന്നെ ഇതിനെ എന്തുകൊണ്ടെന്ന് അറിയില്ല. എനിക്ക് ഇതിനെ ഒരു വലിയൊരു ഇഷ്യൂ ആയിട്ട് എടുത്ത് ആരും ഫൈറ്റ് ചെയ്യുന്നില്ല. അതിൻ്റെ സിഗ്നിഫിക്കൻസ് ആൾക്കാർ മനസ്സിലാക്കുന്നില്ല. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ ഒരു വിഷയത്തിൽ തന്നെ അവസാനിക്കാൻ തോന്നുന്നു. കാരണം ഇതിനകത്ത് സാറ് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു ഒളിഗാർക്കി എന്ന് പറഞ്ഞ സംവിധാനം ഈ ജുഡീഷ്യറിക്കകത്തും വളരെ ശക്തമാണ്. അത് ജഡ്ജിമാരുടെ ഇടയിലും ബാറിനിടയിലും വളരെ ശക്തമാണ്. അതുകൊണ്ട് തന്നെ ഈ ദളിതരുടെയും അതുപോലെ തന്നെ ബഹുജനങ്ങളുടെയും മുസ്ലിങ്ങൾ ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങളുടെയും ഭരണഘടനാപരമായ ന്യായമായ അവകാശങ്ങൾ പോലും ഫൈറ്റ് ചെയ്ത് നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ അത് ഹനിക്കപ്പെടുന്നു പോകുന്നു എന്നുള്ള ഒരു വസ്തുതയാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. അപ്പോൾ അതിന് പറ്റിയ രീതിയിലുള്ള ഒരു പോരാട്ടം തുടരേണ്ടതുണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അതാണ് സ്റ്റാറിനെ പോലെയുള്ള ആളുകൾ ഈ രംഗത്തേക്ക് വന്നപ്പോൾ ഞങ്ങൾ പല ആളുകളും വളരെ സന്തോഷിച്ചതിൻ്റെ കാര്യങ്ങളാണ്. കാരണം ഈ ഒരു രംഗത്ത് സുപ്രീം കോടതിയിലായാലും ഹൈക്കോടതിയിലായാലും, ഇപ്പോൾ ശബരിമലയിലെ കേസ് മാത്രമല്ല, ശബരിമലയിലെ മറ്റേ മേൽശാന്തിമാരുടെ നിയമനത്തിലുള്ള മലയാള ബ്രാഹ്മണരെ മാത്രം അതെ മലയാള ബ്രാഹ്മണരെ മാത്രം നിയമിക്കണമെന്നുള്ള വിചിത്രമായ വാദങ്ങളെ ഇതിനെയൊക്കെ ചോദ്യം ചെയ്യാനായിട്ട് വാസ്തവത്തിൽ നമുക്ക് ആളുകളില്ലാത്തൊരു സാഹചര്യത്തിലാണ് സാറിൻ്റെ ഒരു ഇടപെടൽ. ആ ഇടപെടൽ വാസ്തവത്തിൽ ഞങ്ങൾക്കൊക്കെ ശക്തി നൽകുന്നുണ്ട്. അത് ഇനി മുന്നോട്ട് പോകാനായിട്ട് സാറിന് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇത്രയും നേരം ഈ വിഷയത്തെക്കുറിച്ച് സംബന്ധിച്ചതിന് വളരെയധികം നന്ദിയുണ്ട്. തുടർന്നും ഈ ഒരു ചാനലിൽ സാറിൻ്റെ സാന്നിധ്യം ഞങ്ങൾ തീർച്ചയായിട്ടും നന്ദി. വളരെ നന്ദി. താങ്ക് യു.